പോരാളി അധ്യായം 40. നെഞ്ചിനുള്ളിൽ ഭാരമുള്ള വസ്തു വിലങ്ങിപ്പോയതുപോലെ ഗേറ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നുപോയി ചന്ദ്രശേഖരൻ. റോഡിൽ ഗേറ്റിന് മുന്നിലായി കിടന്നിരുന്ന കൊച്ചു ശവപ്പെട്ടിയിലേക്ക് നോക്കാൻ തന്നെ അയാൾ ഭയന്നു. അതിനുള്ളിൽ അതേക്കുറിച്ച് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. പൊടുന്നനെ സൈറൻ ഇട്ടുകൊണ്ട് പാഞ്ഞു വന്ന ഒരു പോലീസ് ജീപ്പ് മുരൾച്ചയോടെ അവിടെ നിന്നു. അതിൽ നിന്നിറങ്ങിയ സർക്കിൾ ഇൻസ്പെക്ടറും പോലീസുകാരും ശവപ്പെട്ടിയിലേക്ക് തുറച്ചു നോക്കി. ഇത് ആരാണ് സാർ ഇവിടെ കൊണ്ടുവന്നിട്ടത്? CI തിരക്കി. അറിയില്ല, ഒരു വാനിൽ വന്നവരാണിങ്ങനെ ചെയ്തത്, ചന്ദ്രശേഖരൻ പറഞ്ഞൊപ്പിച്ചു. CI പതിയെ അതിനു നേരെ നീങ്ങി. പോലീസുകാർ മിടിക്കുന്ന ഹൃദയത്തോടെ നോക്കി നിന്നു. CI പെട്ടിയൊന്ന് വലം വെച്ചു. പിന്നെ പോലീസുകാരോട് പറഞ്ഞു, തുറന്നു നോക്ക്. അത് കാണാനുള്ള കരുത്തില്ലാതെ എന്ന വണ്ണം ചന്ദ്രശേഖരൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കോൺസ്റ്റബിൾ പെട്ടിയുടെ കൊളുത്തു നീക്കി. ആകാംക്ഷ നിറഞ്ഞ കണ്ണുകൾ അതിൽ തറഞ്ഞു നിൽക്കുകയാണ്. അയാൾ മൂടി പതിയെ മാറ്റി. എന്നാൽ അതിനുള്ളിൽ അവർ കരുതിയതുപോലെ ഭയപ്പെടാൻ തക്കവണ്ണം ഒന്നുമില്ലായിരുന്നു. പെട്ടിക്കുള്ളിൽ ഒരു കടലാസ് മടക്കിയിട്ടിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ അത് നിവർത്തു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മിസ്റ്റർ ചന്ദ്രശേഖരൻ, നിങ്ങളുടെ അമ്മാവിയപ്പന് നിങ്ങളുടെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹം ഇരിക്കുന്ന കസേരയോടാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് കരുതട്ടെ. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുവാൻ നിങ്ങൾ ചീഫ് മിനിസ്റ്ററോട് പറയണം. അതല്ലെങ്കിൽ ഇത്തരം 2 പെട്ടികളിൽ നിങ്ങളുടെ മക്കളുടെ തുണ്ടുതുണ്ടാക്കിയ ശരീരം ഞങ്ങൾ ഇവിടെ എത്തിക്കും. ജാഗ്രത, വിക്രം സിംഗ്. CI 2 തവണ ആ കത്ത് വായിച്ചു. പിന്നെ കീശയിൽ തിരുകി. അപ്പോഴും കണ്ണടച്ചു നിൽക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ. സാർ, കണ്ണു തുറന്നോളൂ, പേടിക്കാനൊന്നുമില്ല. CIയുടെ ശബ്ദം കേട്ടാണ് അയാൾ കണ്ണു തുറന്നത്. ശവപ്പെട്ടി ശൂന്യമാണെന്ന് കണ്ടപ്പോൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. കുട്ടികളെ കണ്ടെത്തുകയും ചെയ്യും. സാറ് ഏതായാലും പുറത്തിറങ്ങി നടക്കേണ്ട, വീടിനുള്ളിൽ ഇരുന്നാട്ടെ. പോലീസുകാർ ആ ശവപ്പെട്ടി എടുത്ത് ജീപ്പിനുള്ളിൽ വെച്ചു. ചന്ദ്രശേഖരൻ തിരിഞ്ഞു നടന്നു. വാൻ പോയ വഴിയെ പോലീസ് ജീപ്പും പോയി. നേരം സന്ധ്യയായി. തലസ്ഥാനത്ത് അപ്പോൾ DGPയുടെ നേതൃത്വത്തിൽ ചൂടുപിടിച്ച ചർച്ച നടക്കുകയായിരുന്നു. വിഷയം ചീഫ് മിനിസ്റ്ററുടെ പേരക്കുട്ടികൾ തന്നെ. SP ജയശങ്കറും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ജീവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മുതല കണ്ണീര് ഒഴുക്കിയിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് DGP രാഘവ വാര്യർ പറഞ്ഞു. ഇത്രയും വലിയ ഒരു ഫോഴ്സായിട്ട് കൂടി നമുക്കൊരു തുമ്പും കിട്ടുന്നില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്. മോചനദ്രവ്യം കൊടുത്തിട്ടായാലും കുട്ടികളെ രക്ഷിക്കണമെന്ന് ഒരാവശ്യം മന്ത്രിസഭ അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ പോലീസിന്റെ വിശ്വാസ്യത പരിപൂർണമായും നഷ്ടമാകും. നാളെ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ മന്ത്രിസഭ കൂടുന്നുണ്ട്. രാഘവ വാര്യർ ഒന്ന് നിർത്തിയിട്ട് എല്ലാവരെയും നോക്കി. ആരുമെന്താ ഒന്നും പറയാത്തത്? കമ്മീഷണർ ജയശങ്കറാണ് സംസാരിച്ചത്. സർ, വിക്രം സിംഗ് ഇതുവരെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടില്ല. ഏതായാലും അയാൾക്ക് കുട്ടികളെ ഉപദ്രവിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാര്യം നേടുന്നതുവരെ കുട്ടികൾ സുരക്ഷിതരായിരിക്കും. അങ്ങനെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞുതാനും. പിന്നെ മറ്റൊന്ന്, അവരെക്കുറിച്ച് എപ്പോഴും നമുക്ക് കൂടുതലൊന്നും അറിയാതിരിക്കാനുള്ള കാരണം അങ്ങനെയുള്ള ഒരു സംരക്ഷണ വലയത്തിലാണവർ. വാട്ട് യു മീൻ? DGP മാത്രമല്ല, മറ്റുള്ളവരും നെറ്റിച്ചുളിച്ചു. യെസ് സാർ, മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു നേരത്തെ അവരുടെ ബുള്ളറ്റ് പ്രൂഫായിരുന്നതെങ്കിൽ ഇപ്പോഴും അത്തരം ചില മറകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ തലസ്ഥാനത്ത് തന്നെ, സംശയം വേണ്ട. ആ പറഞ്ഞതിൽ അത്ര വിശ്വാസമില്ലാത്തതുപോലെയായിരുന്നു മറ്റുള്ളവർ. പക്ഷേ അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. IG പറഞ്ഞു. വിശ്വസിക്കേണ്ടി വരും സാർ, അധികം വൈകാതെ. നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനകൾ? ഒന്നും ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല സാർ. തൽക്കാലം നമ്മൾ എന്തു ചെയ്യണമെന്നാണ് ജയശങ്കർ പറയുന്നത്? രാഘവ വാര്യർ തിരക്കി. നമുക്ക് കാത്തിരിക്കാം. ആദ്യം അവരുടെ ഡിമാൻഡുകൾ അറിയട്ടെ. അതിനിടെ ഒരു കച്ചിത്തുരുമ്പിന്റെ തെളിവെങ്കിലും നമുക്ക് കിട്ടും സാർ. എന്തോ ആർക്കും അതങ്ങോട്ട് വിശ്വസിക്കാനായില്ല. പിന്നെയും കുറെ നേരം കൂടി അവർ കാര്യങ്ങൾ വിലയിരുത്തിയെങ്കിലും ഒന്നും തീരുമാനമാകാതെ പിരിഞ്ഞു. ചീഫ് മിനിസ്റ്റർ ദിവാകരൻ പലവട്ടം മോളെയും മരുമകനെയും ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. ഒന്നും പേടിക്കേണ്ടെന്നും എത്രയും വേഗം പോലീസ് കുട്ടികളെ കണ്ടെത്തുമെന്നും ഉറപ്പു നൽകി. അവരാരും പുറത്തിറങ്ങരുതെന്നും എന്തെങ്കിലും കോളുകൾ വന്നാൽ പോലീസിനോട് ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂ എന്നും നിർദ്ദേശിച്ചു. കൊല്ലത്തെ വീടിന് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തി. വിക്രം സിംഗ് മുതിർന്ന ആരെയെങ്കിലും കൂടി തട്ടിക്കൊണ്ടുപോകില്ലെന്ന് എങ്ങനെ അറിയും? കമ്മീഷണർ ജയശങ്കർക്ക് കനത്ത തലവേദനയായിരുന്നു ഈ സംഭവം. ഈ തലസ്ഥാനത്ത് തങ്ങളുടെ മൂക്കിനടിയിൽ തന്നെ വിക്രം സിംഗ് ഉണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. ഒരു പക്ഷേ അതൊരിക്കലും പോലീസ് ചിന്തിക്കില്ലെന്ന് അയാൾ കരുതിയിട്ടുണ്ടാവണം. സന്ധ്യയ്ക്ക് തൊട്ടു മുൻപ് അയാൾ മുകുന്ദൻ മേനോന്റെ മുന്നിലെത്തി. അനന്തിരവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ മേനോന് കാര്യം മനസ്സിലായി.
ഇതുവരെ യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല അല്ലേ? അയാൾ തലയാട്ടി. സാരമില്ലടാ, കിട്ടും. ഒരു കുറ്റവാളിയും നമുക്ക് വേണ്ടി ഒരു പഴുതിടാതെ പോകില്ല. പെട്ടെന്ന് എന്തോ ചിന്തിച്ചിട്ടെന്ന വണ്ണം മുകുന്ദൻ മേനോൻ തിരക്കി. മരണമടഞ്ഞ SP അനന്തൻ അവരുടെ ആളായിരുന്നില്ലേ? ഒരു പക്ഷേ അയാളുടെ വീടൊന്ന് സെർച്ച് ചെയ്താൽ ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടില്ലേ? ജയശങ്കറുടെ മുഖത്ത് പൊടുന്നനെ ഒരു ഭാവമാറ്റമുണ്ടായി. താൻ ഇത്രയും നേരമായിട്ടും എന്തേ ഇങ്ങനെ ചിന്തിച്ചില്ല എന്ന് അയാൾക്ക് അത്ഭുതം തോന്നി. ഞാൻ ഉടനെ വരാം അങ്കിൾ, അയാൾ പിന്തിരിയാൻ ഭാവിച്ചു. നീ അനന്തന്റെ വീട്ടിലേക്ക് തന്നെയാണോ? മുകുന്ദൻ മേനോൻ തിരക്കി. യെസ് അങ്കിൾ. ഓക്കെ. ജയശങ്കർ പുറത്തു വന്ന് ജീപ്പിൽ കയറാൻ നേരത്ത് പൂജ കൈനറ്റിക് ഹോണ്ടയിൽ അവിടെ എത്തി. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? ചെറുചിരിയോടെയായിരുന്നു അവളുടെ ചോദ്യം. ഒക്കെ വന്നിട്ട് പറയാം. അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം? ഇതുവരെയില്ല. അയാൾ ജീപ്പ് മുന്നോട്ടെടുത്ത് കഴിഞ്ഞിരുന്നു. ഗേറ്റ് കടന്ന് അത് മറയുന്നതുവരെ പൂജ നോക്കി നിന്നു. പിന്നെ ദീർഘമായ ഒരു നിശ്വാസത്തോടെ തന്റെ ഹാൻഡ് ബാഗുമെടുത്ത് അകത്തേക്ക് പോയി. അനന്തന്റെ വീട്. ഗേറ്റ് കടന്ന ജീപ്പ് അകത്തേക്ക് ചെല്ലുമ്പോൾ പോർച്ചിൽ കെട്ടിയിട്ടിരുന്ന ഊഞ്ഞാലിൽ ഒരു കൊച്ചുകുട്ടി ആടുകയായിരുന്നു. 10 വയസ്സോളം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഊഞ്ഞാൽ തള്ളിവിട്ടുകൊണ്ടിരുന്നത്. ജയശങ്കറുടെ ജീപ്പ് നിന്നപ്പോൾ പെൺകുട്ടി ഊഞ്ഞാൽ പിടിച്ചു നിർത്തി. പിന്നെ ആൺകുട്ടിയെ ഊഞ്ഞാലിൽ നിന്നും എടുത്ത് തോളിൽ വെച്ചു. അനന്തൻ പോലീസിൽ ആയിരുന്നത് കൊണ്ടാവും കാക്കിധാരിയെ കണ്ടിട്ടും കുട്ടികൾക്ക് പരിഭ്രമമൊന്നും ഉണ്ടായില്ല. കൗതുകത്തോടെ അയാളെ നോക്കിയതേയുള്ളൂ. ജയശങ്കർ കോളിംഗ് ബെല്ലിൽ സ്വിച്ചമർത്തി. പിന്നെ കുട്ടികളെ നോക്കി ചിരിച്ചു. അവർ പക്ഷേ അയാളെ സംശയിക്കുന്ന ഭാവത്തിൽ നിന്നു. തെല്ല് കഴിഞ്ഞപ്പോൾ ഏറിയാൽ 30 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ഹൗസ് ഡ്രസ്സാണ് വേഷം. വെളുത്ത കൊഴുത്ത തരക്കേടില്ലാത്ത ഒരു മതാലസ. വല്ലാത്തൊരു ഭാവത്തിൽ അവൾ ജയശങ്കറെ നോക്കിയിട്ട് തെല്ലും രസിക്കാത്ത മട്ടിൽ തിരക്കി. എന്ത് വേണം? മിസ്സിസ് അനന്തൻ? ഞാൻ തന്നെ. എന്റെ ഭർത്താവിന്റെ ജീവനെടുത്തില്ലേ നിങ്ങൾ? എന്റെ പപ്പയെ തല്ലിച്ചതച്ചില്ലേ? ഇനി എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? പരിഹാസം നിറഞ്ഞ ശബ്ദം. എന്നിട്ടും ജയശങ്കർ സംയമനം കൈവിട്ടില്ല. തിരക്കി. എനിക്ക് ചില വിവരങ്ങൾ പറഞ്ഞു തരുന്നതിന് വിരോധമില്ലല്ലോ. ഉണ്ട്. എടുത്തടിക്കും പോലെയുള്ള മറുപടി. നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ്. കണ്ണിൽ ചോരയില്ലാത്ത ചെകുത്താൻ. പൊയ്ക്കോ വേഗം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു പോകും ഞാൻ. മിസ്സിസ് അനന്തൻ, നിങ്ങളിൽ നിന്നും കുറെ കൂടി മാന്യമായ ഒരു പെരുമാറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാന്യതയോ? തന്നോടോ? ഭൂ! ആ സ്ത്രീ സംയമനം നഷ്ടമായതുപോലെ. ശവമാണ് നിങ്ങൾക്ക് വേണ്ടത്. സബോർഡിനേറ്റ്സിനോട് പോലും കൂറില്ലാത്ത കപട നീതിമാൻ. ഇനി ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല ജയശങ്കർക്ക്. അയാൾ 2 അടി മുന്നോട്ട് നീങ്ങി. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ഗർജിച്ചു. ഭ! സബോർഡിനേറ്റിന്റെ ഭാര്യയായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരം നിന്നോട് ഞാൻ മറുപടി ഇത്ര സൗമ്യമായി പറഞ്ഞത്. അതിനനുസരിച്ച് നീ എന്നെ കേറിയങ്ങ് ഭരിച്ചു കളഞ്ഞേക്കാമെന്ന് കരുതിയോടി? പെണ്ണാണെന്നും നോക്കില്ല ഞാൻ. തല്ലി പല്ല് പറിച്ചു കളയും. ആ സ്ത്രീ രാഗിണി ഒന്ന് ഭയന്നു. ജയശങ്കർ അവളെ അവഗണിച്ച് അകത്തേക്ക് കയറാൻ ഭാവിച്ചു. അവൾ പെട്ടെന്ന് വാതിൽക്കൽ നിന്നു. 2 കൈകളും വിടർത്തി കട്ടിളപ്പടിയിൽ പിടിച്ചു. ഇല്ല, എന്താണെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ഈ കെട്ടിടത്തിനകത്ത് കാലുകുത്താൻ നിങ്ങളെ അനുവദിക്കില്ല ഞാൻ. ജയശങ്കറുടെ നെറ്റി ചുളിഞ്ഞു. രാഗിണിയുടെ പിടിവാശിക്ക് പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അധ്യായം 41. സിറ്റി പോലീസ് കമ്മീഷണർ ജയശങ്കർ രാഗിണിയുടെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. അവൾ അത്ര മോശം കക്ഷിയല്ലെന്ന് അപ്പോൾ തന്നെ ജയശങ്കർക്ക് ബോധ്യമാവുകയും ചെയ്തു. ജയശങ്കറുടെ തീക്ഷ്ണമായ കണ്ണുകളെ വളരെ ലാഘവത്തോടെയാണ് അവൾ നേരിട്ടത്. എന്റെ ഭർത്താവ് മരിച്ചു എന്ന് കരുതി ഒരുത്തനും ഇവിടെ കയറാൻ ഞാൻ അനുവദിക്കില്ല. അവൾ ഒരിഞ്ച് പോലെ മാറാതെ നിന്നു. ലുക്ക് മിസ്സിസ് അനന്തൻ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അനാവശ്യമായി നിങ്ങൾ വാശി പിടിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്തു കാര്യത്തിനാണോ ഞാനിവിടെ വന്നത് അത് നടത്താതെ പോകാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. പറ്റില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? അതിനിനി മാറ്റമില്ല. ആദ്യമായി നിങ്ങൾക്ക് ലക്ഷ്യം പൂർത്തിയാകാതെ മടങ്ങേണ്ടി വരും. ഒരുപാട് പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ അതിന് പ്രേരിപ്പിക്കാതെ നിങ്ങൾ സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നിങ്ങൾക്ക് തരില്ല. രാഗിണി തെല്ലും കൂസിയില്ല. ജയശങ്കറുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. മാറി നിൽക്കടി! ഒറ്റ അലർച്ചയായിരുന്നു. രാഗിണി കിടുങ്ങിപ്പോയി. മുഖത്തേക്ക് ഭീതി ഇരച്ചു കയറി. എന്താടി നീ കരുതിയത്? മറ്റുള്ളവർ നീ പറയുന്നതിനപ്പുറം ചലിക്കില്ലെന്നോ? വേണ്ടി വന്നാൽ നിന്നെ ലോക്കപ്പിലാക്കും ഞാൻ. പോലീസിന്റെ ടോർച്ചർ റൂമിനെ കുറിച്ച് എപ്പോഴെങ്കിലും അനന്തൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് പറഞ്ഞു തരണോ ഞാൻ? കരുതി വെച്ചിരുന്ന ധൈര്യമെല്ലാം രാഗിണിയിൽ നിന്നും ചോർന്നു.
മുഖം വിളറി വെളുത്തു. അവിടെ വിയർപ്പ് കണികകൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു. ആരാ അവിടെ? പെട്ടെന്ന് അകത്തുനിന്നും ഒരു പുരുഷ ശബ്ദം കേട്ടു. രാഗിണി കുറെ കൂടി വിളറി. ജയശങ്കർ അവളെ കടന്ന് മുന്നോട്ട് നടന്നു. നനഞ്ഞ കോഴിയെപ്പോലെ പിന്നാലെ അവളും. അപ്പോൾ ജയശങ്കർ ഒരു കാഴ്ച കണ്ടു. ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു യുവാവ്. ജീൻസും ഷർട്ടും വേഷം. ഷർട്ടിന്റെ പാതി ബട്ടണുകളും അഴിഞ്ഞു കിടക്കുകയാണ്. ചുണ്ടിലിരുന്ന് ഒരു സിഗരറ്റ് എരിയുന്നു. രാജൻ വാര്യർ. ആ മുഖം തിരിച്ചറിഞ്ഞപ്പോൾ ജയശങ്കറിൽ വിസ്മയം. DGPയുടെ മകൻ ഇവിടെയും? അയാളെ കണ്ടപ്പോൾ അവനും വല്ലാതെയായി. എങ്കിലും തിരക്കി. എന്താ കമ്മീഷണർ സാറേ ഇവിടെ? താനെന്താ ഇവിടെ? ജയശങ്കറും തിരിച്ചു ചോദിച്ചു. എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അതേടാ, സ്ത്രീകൾ മാത്രമുള്ളിടത്ത് നിനക്ക് കാര്യമുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. മിസ്റ്റർ കമ്മീഷണർ, മൈൻഡ് യുവർ വേർഡ്സ്. കമ്മീഷണറുടെ തൊട്ടുമുന്നിലെത്തി കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. സ്ത്രീ മാത്രമേ ഇവിടെയുള്ളൂവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിങ്ങളും ഇങ്ങോട്ട് വന്നത്? അപ്രതീക്ഷിതമായി എന്നെ കണ്ടപ്പോൾ ഒരു ചമ്മൽ അല്ലേ? കൈ നിവർത്തി ഒറ്റയടിയായിരുന്നു അയാളുടെ മറുപടി. വല്ലാത്തൊരാർത്തനാദത്തോടെ വട്ടം കറങ്ങി അവൻ സെറ്റിയിലേക്ക് വീണു. കണ്ണുകൾക്ക് മുന്നിൽ കനത്ത ഇരുൾ വന്നു മൂടിയതുപോലെയുള്ള അനുഭവം. നിനക്ക് ഞാൻ തരാമടാ. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ രാജൻ വാര്യർ ചാടി എണീറ്റു. നാളെ ഈ സിറ്റി കാണുന്നത് നിന്റെ ശവമാണ്. ജയശങ്കർ ചിരിച്ചു. അവൻ മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചപ്പോൾ അയാൾ തടഞ്ഞു. നിൽക്ക്, നിനക്ക് ഈ വീടുമായുള്ള ബന്ധം പറഞ്ഞിട്ട് പോയാൽ മതി. അവൻ രാഗിണിയെ നോക്കി. പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാണെന്ന്. ഇവൻ എന്റെ ഫാമിലി ഫ്രണ്ടാണ്. വ്യക്തമാക്കിയാലും മേഡം, അതായത് കിടപ്പറ വരെ എത്തിയ ഫ്രണ്ടോ അതോ? സാർ, സ്ത്രീകളോട് എന്തും പറഞ്ഞു കളയാമെന്ന് ചിന്തിക്കല്ലേ. നിങ്ങൾ എന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ഞാൻ വനിതാ കമ്മീഷന് പരാതി കൊടുത്താലുണ്ടല്ലോ. വേണ്ടടി, അത് മാത്രമല്ല, ശാരീരികമായി പീഡിപ്പിച്ചുവെന്ന് കൂടി പരാതിപ്പെടു. പക്ഷേ ഇപ്പോൾ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കാൻ എനിക്കാവും. വ്യഭിചാര കുറ്റത്തിന് ഡോക്ടറുടെ മുന്നിൽ ഹാജരാക്കിയാൽ നിന്റെ കള്ളി പൊളിയും. കോടതി നിന്നെ റെസ്ക്യൂ ഹോമിലേക്ക് അയച്ചെന്ന് വരും. രാഗിണി സ്തബ്ധയായി. ദയനീയമായി അവൾ രാജൻ വാര്യരെ നോക്കി. അവനും ആകെ തളർന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു. എന്റെ ഒരു സഹപ്രവർത്തകനായിരുന്ന മനുഷ്യന്റെ ഭാര്യയുടെ ചിത്രം ഇത്തരത്തിൽ പത്രത്തിൽ അടിച്ചു വരുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം നിന്നെ ഇപ്പോൾ ഞാൻ വിടുന്നു. ജയശങ്കർ തിരിഞ്ഞ് രാജൻ വാര്യരെയും നോക്കി. തൽക്കാലം നിനക്കും പോകാം. അയാളെ നോക്കി പല്ലുറുമിക്കൊണ്ട് അവൻ പോയി. ഇരിക്കടി അവിടെ, രാഗിണി. ജയശങ്കർ വിളിച്ചു. അവൾ തലയുയർത്തി. ചില വിവരങ്ങൾ അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവളുടെ നെറ്റി ചുളിഞ്ഞു. നിങ്ങളുടെ ഭർത്താവിന് നക്സലേറ്റുകളുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇല്ല, സത്യമായും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ. ശരിയായിരിക്കാം. ജയശങ്കർ ഒരു സിഗരറ്റ് എടുത്തു. ഞാനിത് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അവൾ മിണ്ടിയില്ല. അയാൾ സിഗരറ്റിന് തീ കൊളുത്തി. പിന്നെ പറഞ്ഞു, എങ്കിലും എനിക്ക് വേണ്ടപ്പെട്ട ചില വിവരങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. അല്ല, അതിപ്പോൾ? രാഗിണിയെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ജയശങ്കർ പറഞ്ഞു. ഞാൻ കണ്ടെത്തിക്കോളാം. അനന്തന് പ്രൈവറ്റ് റൂം ഉണ്ടായിരുന്നോ? അവൾ തലകുലുക്കി. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ അതോ? ഞാൻ ആ മുറിയിൽ നിന്നും ഒന്നും മാറ്റിയിട്ടില്ല. എങ്കിൽ വരൂ. അയാൾ എണീറ്റു. എനിക്ക് ആ മുറിയൊന്ന് കാണണം. രാഗിണി അത് അയാൾക്ക് കാട്ടിക്കൊടുത്തു. താങ്ക് യു. ഇനി നിങ്ങൾ പുറത്തു നിന്നാൽ മതി. ജയശങ്കർ വാതിൽ തള്ളിത്തുറന്ന് അകത്ത് കയറി. അനന്തൻ മരിച്ച ശേഷം അതിൽ ആരും കയറിയിട്ടില്ലെന്ന് തോന്നി. മുറിയിൽ പൊടിയും മറ്റും ഉണ്ടായിരുന്നു. ജയശങ്കർ ജനാലകൾ തുറന്നിട്ടു. സിഗരറ്റ് കുറ്റി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മുറിയിലാകമാനം അയാളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. ഒരു മേശയും 2 കസേരകളും. മേശപ്പുറത്ത് എന്തൊക്കെയോ ചില ഫയലുകൾ കിടപ്പുണ്ട്. ഒരു ഭിത്തി അലമാര. അതിൽ പലതരം മദ്യക്കുപ്പികൾ ഇരിപ്പുണ്ടായിരുന്നു. മുന്തിയ തരം മദ്യം. അനന്തൻ ശരിക്ക് പണം ചെലവഴിക്കുന്നുണ്ടായിരുന്നു എന്ന് വ്യക്തം. കിട്ടുന്ന ശമ്പളം മദ്യം വാങ്ങിക്കാൻ പോലും തികയുകയില്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഒരു കട്ടിൽ, ഒരു ടീപ്പോയി, അത്രയുമേ അതിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഓരോ ഫയലും എടുത്ത് സസൂക്ഷ്മം പരിശോധിച്ചു നോക്കി. അതിലൊന്നും തനിക്ക് വേണ്ട വിവരങ്ങളില്ലെന്ന് മനസ്സിലാക്കി മേശയുടെ ഡ്രോകൾ തുറന്നു. അതിനുള്ളിൽ എന്തൊക്കെയോ ചില ഫയലുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ. അതിനിടെ അയാളുടെ കയ്യിൽ ഒരു ഡയറി തടഞ്ഞു. ജയശങ്കർ അതെടുത്ത് തുറന്നു. അനന്തന്റെ ഡയറി. അതിന്റെ താളുകൾ മറിച്ചു നോക്കി. നിത്യേന ഡയറി എഴുതുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. താളുകൾ പിന്നെയും മറിഞ്ഞപ്പോൾ ജയശങ്കറുടെ കണ്ണുകളിൽ വിസ്മയം നിറഞ്ഞു. ആ ഡയറി
ഒരു ബോംബാണെന്ന് അയാൾക്ക് തോന്നി. ഒരുപാട് പേരെ തകർക്കാനുള്ള ബോംബ്. ജയശങ്കർ ഡയറിയുമായി പുറത്തു വന്നു. രാഗിണി അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഡയറി കൊണ്ട് പോകുകയാണ്. അവളുടെ പ്രതികരണത്തിന് കാക്കാതെ മുന്നോട്ട് നടന്ന അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, പേടിക്കണ്ട, ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. ജയശങ്കർ മുറ്റത്ത് വന്നപ്പോൾ ആ കൊച്ചുകുട്ടിയും പെൺകുട്ടിയും കൂടി മുറ്റത്തിരുന്ന് എന്തോ കളിക്കുകയായിരുന്നു. അയാൾ ജീപ്പിൽ കയറിപ്പോയി. രാത്രി കമ്മീഷണർ ജയശങ്കർ ക്ലീൻ ഹൗസിലെത്തി. CM ദിവാകരൻ ആകെ അസ്വസ്ഥനായിരുന്നു. അന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടേയില്ല. 4-5 നാരങ്ങാ വെള്ളം മാത്രം കഴിച്ചിട്ടുണ്ട്. പലരും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. എന്റെ കൊച്ചുമക്കൾക്ക് അവർ വല്ലതും കൊടുക്കുമോ ആവോ? അവരവിടെ അങ്ങനെ കഴിയുമ്പോൾ ഞാൻ മാത്രം ഇവിടെ തിന്നു സുഖിക്കാനോ? വേണ്ട. നിർബന്ധിച്ചവരോടൊക്കെ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു. ജയശങ്കറെ കണ്ടപ്പോൾ ആ മുഖത്ത് തെല്ല് ആശ്വാസത്തിന്റെ രേഖകൾ തെളിഞ്ഞു. എന്തെങ്കിലും സൂചന കിട്ടിയോ എന്ന് തന്നോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. കിട്ടിയിരുന്നെങ്കിൽ താൻ ആദ്യമേ എന്നെ വിളിച്ച് പറയുമായിരുന്നല്ലോ. ചീഫ് മിനിസ്റ്ററുടെ ശബ്ദം പതറി. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും വിശ്വാസമുള്ളത് തന്നെയാ. എന്നിട്ടും ഇപ്പോൾ ആകെ ഒരു സന്ദേഹം. എന്റെ കുട്ടികളെ അവർ... ഇല്ല സാർ, അക്കാര്യത്തിൽ അങ്ങ് തെല്ലും വിഷമിക്കേണ്ട. അവർക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. അങ്ങയുടെ മുമ്പിൽ നാളെ ഈ നേരത്തിന് മുമ്പ് ഞാൻ അവരെ എത്തിച്ചിരിക്കും. ഒന്ന് നിർത്തി അയാൾ തുടർന്നു. പക്ഷേ പ്രോട്ടോകോളൊക്കെ ചിലപ്പോൾ എനിക്ക് ലംഘിക്കേണ്ടി വന്നേക്കും. എന്തിനും തനിക്ക് ഞാൻ സമ്മതം തരുന്നു. നാളെ നിയമസഭ അടിയന്തരമായി എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിലാണ് എനിക്കിപ്പോൾ സന്ദേഹം. മന്ത്രിയുടെ PA കയറി വന്നു. സാർ, DGP വന്നിട്ടുണ്ട്, വരാൻ പറയൂ. രാഘവ വാര്യർ വന്നു. അയാൾ CMനും ജയശങ്കർ അയാൾക്കും സല്യൂട്ട് നൽകി. ഇരിക്കു വാര്യരെ, ചീഫ് മിനിസ്റ്റർ പറഞ്ഞു. പക്ഷേ വാര്യർ സോറി സാർ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ജയശങ്കറുടെ നേരെ തിരിഞ്ഞു. മിസ്റ്റർ ജയശങ്കർ സാർ. താനൊരു പോലീസ് ഉദ്യോഗസ്ഥനോ അതോ ഗുണ്ടയോ? ജയശങ്കർ നെറ്റി ചുളിച്ചു. സാർ ഞാൻ... ഷട്ടപ്പ്, യു ആർ അണ്ടർ സസ്പെൻഷൻ. ജയശങ്കർ ഞെട്ടിപ്പോയി. അധ്യായം 42. ഒന്നും മനസ്സിലാകാതെ സിറ്റി പോലീസ് കമ്മീഷണർ ജയശങ്കർ DGP വാര്യരെ തുറച്ചു നോക്കി. അയാളാണെങ്കിൽ കല്ലിച്ച മുഖവുമായി ജയശങ്കർ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ചീഫ് മിനിസ്റ്റർ ദിവാകരനും വാര്യരെ തന്നെ നോക്കി. തന്റെ മുന്നിൽ വെച്ച് വാര്യർ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതിൽ തെല്ല് അതൃപ്തി തോന്നാതിരുന്നില്ല CMനും. എന്താണ് സാർ എന്റെ പേരിലുള്ള ചാർജ്? ജയശങ്കർ സാവധാനം തിരക്കി. CMന്റെ മുന്നിൽ വെച്ച് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. യു ക്യാൻ ഗോ സാർ. തിളച്ചു പൊങ്ങിയ രോഷം കടിച്ചൊതുക്കി CMനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകാൻ ഭാവിച്ചു ജയശങ്കർ. നില്ലടോ, പെട്ടെന്ന് ദിവാകരൻ പറഞ്ഞു. ജയശങ്കറുടെ കാലുകൾ നിശ്ചലമായി. CM DGPയോട് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നത് കൊണ്ട് താൻ പറയാതിരിക്കേണ്ട. എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. ജയശങ്കറുടെ പ്രശ്നം എന്താണ്? പോലീസിന്റെ ലേബലിൽ എന്തും കാണിക്കാൻ ശ്രമിക്കുന്ന ഇവനെയൊന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല സാർ. CM അസ്വസ്ഥനായി. താൻ കാര്യം പറയൂ വാര്യരെ. ഇന്നിവൻ കമ്മീഷണർ അനന്തന്റെ വീട്ടിൽ പോയി. അയാളുടെ വിധവയോട് എന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞതും പ്രവർത്തിച്ചതെന്നും അറിയാമോ? എന്നിട്ടൊടുവിൽ ബലമായി അവിടെ നിന്നും എന്തോ എടുത്തുകൊണ്ടു പോന്നു. CMന്റെ കണ്ണുകൾ ജയശങ്കറുടെ മുഖത്തേക്ക് നീണ്ടുവന്നു. നേരാണോ ജയശങ്കർ? സാർ, ഞാൻ ഇദ്ദേഹം പറഞ്ഞതുപോലെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ വൃത്തികേട് കാണിച്ചത് ഞാനല്ല, ഇദ്ദേഹത്തിന്റെ മകനാണ്. DGPയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? സാറിന്റെ ദൃഷ്ടിയിൽ ഇതൊക്കെ നോൺസെൻസ് ആയിരിക്കും. പക്ഷേ അനന്തന്റെ ഭാര്യയുടെ അടുത്ത് സാറിന്റെ മകൻ നടത്തുന്ന സേവനത്തിന് എന്താണാവോ പറയുക? രാഘവ വാര്യർ വിളറി. ജയശങ്കർ തുടർന്നു. ഞാൻ അവിടെ പോയത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായാണ്. എന്ത് ഡ്യൂട്ടി? അതിപ്പോൾ പറയാൻ നിവർത്തിയില്ല. പക്ഷേ എന്ത് ഡ്യൂട്ടിയുടെ, എന്ത് ബന്ധത്തിന്റെ പേരിലാണ് അങ്ങയുടെ മകൻ അവളുടെ കിടക്കറ പങ്കിടുന്നത്? ഷട്ടപ്പ്. മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് എന്നതുപോലും മറന്ന് ശബ്ദമുയർത്തിപ്പോയി വാര്യർ. ജയശങ്കർ നിർത്തിയില്ല. സോറി സാർ, ഏതായാലും സസ്പെൻഷനിലാണ് ഞാൻ. പറയാനുള്ളത് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശരിക്കുറങ്ങാൻ കഴിയില്ല. അവിടെ നിന്നും അങ്ങയുടെ മകനെയും അവളെയും ഞാൻ കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിൽ, അന്തിപ്പത്രങ്ങളിൽ അവരെക്കുറിച്ചുള്ള വാർത്ത അച്ചടിച്ച് വന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെയൊരു സസ്പെൻഷൻ കിട്ടില്ലായിരുന്നു. പകരം DGPയുടെ മുഖത്ത് നാട്ടുകാർ ചാണകവെള്ളം ചെപ്പിയേനെ. അത്രയുമായപ്പോഴേക്കും ചീഫ് മിനിസ്റ്റർ ശബ്ദമുയർത്തി. ജയശങ്കർ, സോറി സാർ. ദിവാകരൻ വാര്യരെ നോക്കി. ആ സ്ത്രീ റിട്ടേൺ കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? നോ സാർ, ഫോണിൽ വിളിച്ചു പറഞ്ഞു. കേട്ടപ്പോൾ ഞാൻ നാണിച്ചുപോയി.
നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്? വേണ്ട, അതേക്കുറിച്ചൊന്നും താൻ ഇപ്പോൾ പറയണ്ട. ഡിപ്പാർട്ട്മെന്റിന്റെ നാണക്കേട് മാറ്റാൻ വേറെ പലതും ചെയ്യേണ്ടി വരുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വാര്യർ വിളറി. ആദ്യം അവളോട് റിട്ടേൺ കംപ്ലൈന്റ് വാങ്ങിക്ക്. പിന്നെ ഇയാളുടെ ഭാഗം കൂടി കേട്ടിട്ട് ബാക്കി ചെയ്യാം സാർ. തീർന്നില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ ജയശങ്കർ സർവീസിൽ ഉണ്ടായിരിക്കണം. ഇയാളേക്കാൾ മിടുക്കന്മാരെ ഞാൻ കൊണ്ടുവരാം സാർ. നോ, ജയശങ്കർ സസ്പെൻഡ് ചെയ്യപ്പെടരുത്. ദിസ് ഈസ് ആൻ ഓർഡർ സാർ. അയാൾ ഒരിക്കൽ കൂടി അറ്റൻഷനായിട്ട് പുറത്തേക്ക് പോയി. ഉത്കണ്ഠയുടെ നിമിഷങ്ങൾ തുടരുകയാണ്. ചീഫ് മിനിസ്റ്ററുടെ കൊച്ചുമക്കളെ വിട്ടുകിട്ടാൻ എന്ത് ചെയ്യണം എന്ന നിലപാടിലേക്ക് കടക്കുകയാണ് പാർട്ടി വൃത്തങ്ങൾ. പക്ഷേ വിക്രം സിംഗിന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്നറിയാതെ ഒന്നിനുമാവില്ലല്ലോ. ആ രാത്രി ജയശങ്കർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. മുൻ DGP മുകുന്ദൻ മേനോനുമായി സംസാരിച്ചിരുന്നു. പിന്നെ അനന്തന്റെ വീട്ടിൽ നിന്നും കിട്ടിയ രേഖകൾ സൂക്ഷ്മമായി പഠിക്കാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ ഒരു രഹസ്യ താവളത്തിൽ വിക്രം സിംഗ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇനി ഏറിയാൽ 24 മണിക്കൂറുകൾ. അതിനുള്ളിൽ റെഡ് വോൾഫ് തൽക്കാലം കേരളത്തോട് വിട പറയും. ശക്തമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി. മുറിയുടെ മൂലയിൽ ചീഫ് മിനിസ്റ്ററുടെ കൊച്ചുമക്കൾ വിനുവും വിദ്യയും തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മൊബൈൽ ഫോൺ ശബ്ദിച്ചു. ഒരു അംഗരക്ഷകൻ അതെടുത്ത് ഓൺ ചെയ്ത് കാതോട് ചേർത്തു. പിന്നെ വിക്രം സിംഗിന്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തു. യെസ്. അയാൾ അപ്പുറത്ത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അറിയാം, എനിക്ക് നന്നായി അറിയാം. മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് മുഴുവൻ വരുന്ന 24 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർത്തിരിക്കും ഞാൻ. അതിനുശേഷമേ ഉള്ളൂ മടക്കയാത്ര. ഓക്കെ, അതിനു മുൻപ് നമുക്ക് കാണാം. അയാൾ ഫോൺ വെച്ചു. പിറ്റേന്ന് പ്രഭാതം. ഫോൺ ശബ്ദം കേട്ടുകൊണ്ടാണ് ചീഫ് മിനിസ്റ്റർ ദിവാകരൻ ഉണർന്നത്. അപ്പുറത്ത് വിക്രം സിംഗ് ആയിരിക്കുമെന്ന് കരുതിക്കൊണ്ട് പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു. പ്രതീക്ഷ തെറ്റിയില്ല. അത് അയാൾ തന്നെയായിരുന്നു. കാത്തിരുന്ന് മുഷിഞ്ഞു കാണും അല്ലേ സാബ്? നിറഞ്ഞ പരിഹാസത്തോടെയുള്ള ചോദ്യം. മിനിസ്റ്ററുടെ ഉള്ളിൽ തിളച്ചുയർന്നത് കടുത്ത കോപമാണ്. എങ്കിലും നിയന്ത്രിച്ചു. പിന്നെ തിരക്കി. കുഞ്ഞുങ്ങൾ, ഉത്കണ്ഠ വേണ്ട മിനിസ്റ്ററെ. അവർ മറ്റാരെയേക്കാൾ കൂടുതൽ സുരക്ഷിതരായിരിക്കുന്നത് ഈ വിക്രം സിംഗിന്റെ അടുത്ത് തന്നെയായിരിക്കും. എനിക്ക് കോപം വരാത്തിടത്തോളം കാലം അവർക്ക് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് എന്നെ മനസ്സുകൊണ്ട് പോലും കുറ്റപ്പെടുത്താൻ ശ്രമിക്കല്ലേ. കോപം വന്നാൽ കണ്ണിൽ ചോരയില്ലാത്ത ചെകുത്താനാണ് ഞാനെന്ന് പൊതുവെയുള്ള സംസാരം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ് താനും. താൻ കുഞ്ഞുങ്ങളെ വിട്ടുതരുന്നതിനെക്കുറിച്ച് പറയടോ. ദിവാകരൻ അസ്വസ്ഥനായി. കണ്ടോ, മിനിസ്റ്ററുടെ നിയന്ത്രണം നശിക്കുന്നു. വിക്രം സിംഗിന്റെ ഉച്ചത്തിലുള്ള ചിരി ബുള്ളറ്റുകളുടെ മുഴക്കമായി CMന്റെ കാതുകളിലേക്ക് പറന്നു വീണു. അവസാനം ചിരി നിർത്തി സിംഗ് ഗൗരവത്തിലായി. ഓക്കെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ഈ നാടകം അവസാനിപ്പിക്കേണ്ടേ ഇരു കൂട്ടർക്കും? ഇനിയൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്നതിനായി എന്നെ എന്റെ പാട്ടിന് വിട്ടേരെ. പക്ഷേ അതിനായി എനിക്കിത്തിരി പണം വേണം. വണ്ടിക്കൂലിയായിട്ട്. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ചിത്രമുള്ള പുത്തൻ നോട്ടുകൾ. കൂടുതലൊന്നും വേണ്ട, വെറും 25 കോടി. അതെനിക്ക് ഈ രാത്രി തന്നെ കിട്ടുകയും വേണം. ഒപ്പം ഒരു വാഹനവും. സമയവും സ്ഥലവുമൊക്കെ പിന്നീട് അറിയിക്കാം ഞാൻ. ഫോൺ കട്ടായി. തരിച്ചിരുന്നു പോയി ചീഫ് മിനിസ്റ്റർ. 25 കോടി. വിവരം അപ്പോൾ തന്നെ DGPയെയും കമ്മീഷണറെയും ഒക്കെ അറിയിക്കാൻ വേണ്ട ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തു. പത്രക്കാർ വിവരം മണത്തറിഞ്ഞു. പാഞ്ഞെത്തി. TV-ക്കാരും. സാർ, എന്താണ് അങ്ങയുടെ തീരുമാനം? ഒരു റിപ്പോർട്ടർ തിരക്കി. ഒന്നും പറയാറായിട്ടില്ല. അതല്ല, മോചനദ്രവ്യം നൽകി കുട്ടികളെ വീണ്ടെടുക്കുമോ? ചോദിച്ചയാളിനെ മിനിസ്റ്റർ തുറച്ചു നോക്കി. എടോ, ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തേനെ. കേരള സംസ്ഥാനം എന്റെ കുടുംബ സ്വത്തായിരുന്നെങ്കിൽ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത്തരമൊരു ഭീകരന് വഴങ്ങാൻ ഒരുക്കമല്ല ഞാൻ. അത്ര തന്നെ. മിനിസ്റ്റർ എണീറ്റ് തന്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ കൊല്ലത്ത് ചന്ദ്രശേഖരന്റെ വീട്ടിലും ഫോൺ ശബ്ദിച്ചു. തന്റെ മുറിയിൽ മക്കളെക്കുറിച്ച് ചിന്തിച്ച് തളർന്നു കിടക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ. തൊട്ടടുത്ത് ഭദ്രയുമുണ്ടായിരുന്നു. ഫോൺ ശബ്ദിച്ചപ്പോൾ ചന്ദ്രശേഖരൻ പിടഞ്ഞുണർന്നു. ചാടി എണീറ്റ് റിസീവർ എടുത്തു. ഹലോ. ഫോൺ കട്ടായതല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് പപ്പ. ഹൃദയം കുത്തിക്കീറുന്ന ഒരു നിലവിളി. ചന്ദ്രശേഖരന്റെ ഉള്ളം കിടുങ്ങി. തന്റെ പൊന്നുമോൾ വിദ്യ. മോളെ. പരിസരം പോലും മറന്ന് അലറുകയായിരുന്നു അയാൾ. അധ്യായം 43. മോളെ. ചന്ദ്രശേഖരന്റെ അലർച്ച കേട്ട് ഭദ്രയും പിടഞ്ഞെണീറ്റു. ഏട്ടാ, മോളാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ റിസീവർ അയാളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ചന്ദ്രശേഖരൻ ഒരു കൈകൊണ്ട് ഭാര്യയെ അകറ്റി നിർത്തിയിട്ട് വിദ്യയോട് തിരക്കി. മോളെ, നീ എവിടെയാ? അറിയില്ല പപ്പ, ഇവര് ഞങ്ങളെ കൊല്ലും. വിനു എന്തിയ മോളെ? ഇവിടുണ്ട്. ചന്ദ്രശേഖരൻ പിന്നെയും എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോൾ അപ്പുറത്തു നിന്നും മുഴക്കമുള്ള ഒരു ശബ്ദം ഒഴുകിയെത്തി.
മതി മതി വിശേഷങ്ങളൊക്കെ ആരായുന്നത്. കുട്ടികളെ ജീവനോടെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ അപ്പോഴാവാം. നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. അക്കാര്യത്തിൽ തൽക്കാലം ഭയം വേണ്ട ചന്ദ്രശേഖറെ. വിക്രം സിംഗ് വാക്ക് പറഞ്ഞാൽ അത് മാറ്റില്ല. എന്താ അവര് പറഞ്ഞത്? ചന്ദ്രശേഖരൻ നിറഞ്ഞു വന്ന കണ്ണുകൾ പുറം കൈകൊണ്ട് തുടച്ചിട്ട് റിസീവർ കാടലിലേക്കിട്ടു. പിന്നെ ഭാര്യയുടെ തോളിൽ പതിയെ തട്ടി. ഈ നേരത്ത് അവിടെ വന്ന ഫോൺ കോൾ ചോർത്തിയ പോലീസ് വിക്രം സിംഗ് സംസാരിച്ചത് എവിടെ നിന്നാണെന്ന് തേടാൻ തുടങ്ങിയിരുന്നു. അധികം കഴിയും മുൻപ് തന്നെ അവർക്ക് ഒരു കാര്യം വ്യക്തമായി. അതൊരു മൊബൈൽ ഫോണാണ്. മാത്രമല്ല, മരണമടഞ്ഞ കമ്മീഷണർ അനന്തന്റെ ഫോണായിരുന്നു അതെന്നും അവർ അറിഞ്ഞു. ഇനിയിപ്പോൾ അതിനു പിന്നാലെ പോയിട്ട് കാര്യമില്ല. കാരണം അനന്തന്റെ മരണശേഷം മറ്റാരെങ്കിലും ആയിരിക്കും ഇപ്പോൾ ആ ഫോൺ ഉപയോഗിക്കുന്നത്. ക്ലീൻ ഹൗസിൽ കനത്ത നിശബ്ദതയായിരുന്നു. അടിയന്തരമായി മന്ത്രിസഭ കൂടുന്നുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കണമെന്ന് ഇപ്പോൾ CM ദിവാകരന് തോന്നുന്നതേയില്ല. മോചനദ്രവ്യം കൊടുത്ത് കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുവാൻ നാനാഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടാകും, സംശയമില്ല. എന്നാൽ അതിനോട് തെല്ലും അനുകൂലിക്കാൻ കഴിയില്ല തനിക്ക്. ഇപ്പോൾ അവരുടെ ഭീഷണിക്ക് വഴങ്ങിയാൽ വീരപ്പൻ ചെയ്യുന്നത് പോലെ നാളെ വീണ്ടും അവർ ഇത്തരം നാടകങ്ങൾ തന്നെ കളിച്ചെന്നിരിക്കും. അതിന് താൻ ഒരുക്കമല്ല. DGP വാര്യരും കമ്മീഷണർ ജയശങ്കറും പുറത്തേക്ക് പോയതേയുള്ളൂ. വാര്യർക്കാണെങ്കിൽ എങ്ങനെയും കുട്ടികളെ രക്ഷപ്പെടുത്തണമെന്ന് അഭിപ്രായമാണെങ്കിലും ജയശങ്കർ വഴങ്ങുന്നില്ല. പണം കൊടുക്കാതെ തന്നെ താൻ കുട്ടികളെ രക്ഷപ്പെടുത്തുമെന്ന് അയാൾ തീർത്തു പറയുന്നു. പക്ഷേ അത് എപ്രകാരമാണെന്നുള്ള ചോദ്യത്തിന് മാത്രം ഇപ്പോഴും ജയശങ്കർക്ക് ഉത്തരമില്ല. മൊബൈൽ ഫോൺ പിന്നെയും ശബ്ദിച്ചു. ചീഫ് മിനിസ്റ്റർ അറിയാതെ ഒന്ന് ഞെട്ടി. ഫോണിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പേടിയാണിപ്പോൾ. വിറയ്ക്കുന്ന കൈകൊണ്ടാണ് ഫോൺ എടുത്തതും ഓൺ ചെയ്തതും. അതിൽ മകളുടെ ഫോൺ നമ്പർ തെളിഞ്ഞപ്പോൾ കൂടുതൽ പ്രയാസമായി. അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? മോളെ. ഫോൺ കാതോട് ചേർത്തുകൊണ്ട് ചിലമ്പിച്ച ശബ്ദത്തിൽ ദിവാകരൻ പറഞ്ഞു. നീ ഭയപ്പെടേണ്ടെന്ന് തന്നെ അച്ഛൻ ഇപ്പോഴും പറയുന്നു. ഈ രാത്രി പുലരും മുൻപ് വിനുവും വിദ്യയും നിന്റെ അരികിലുണ്ടാവും. പച്ചമുള വെട്ടിച്ചീന്തും പോലെയൊരു കരച്ചിലായിരുന്നു മറുപടി. തെല്ലു കഴിഞ്ഞപ്പോൾ ഭദ്ര പറഞ്ഞു. അച്ഛന് ഞാൻ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണച്ഛ എനിക്കും എന്റെ മക്കള്. അവർക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് ഞാൻ ജീവനോടെ ഉണ്ടാകില്ല. സത്യം. എന്താണ് അവർ ചോദിച്ചതെന്ന് വെച്ചാൽ അത് കൊടുക്കച്ച. കുഞ്ഞുങ്ങളെ തിരികെ വാങ്ങിക്കുക അച്ഛ. ഇവിടെ ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റുപെറുക്കാം, ബാങ്കിലുള്ളതെല്ലാം എടുക്കാം. അതുകൊണ്ടാവുമോ അച്ഛ? ശ്വാസം വിലങ്ങിയ മട്ടിൽ നിൽക്കുകയാണ് ചീഫ് മിനിസ്റ്റർ. നെഞ്ചിനുള്ളിൽ ഒരുപാട് ഭാരമുള്ള ഒരു കല്ല് കയറ്റി വെച്ചിരിക്കുന്നത് പോലെ. എന്തെങ്കിലും ഒന്ന് പറയച്ച, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പകരമായി എന്റെ ജീവൻ അവർക്ക് കൊടുക്കാം ഞാൻ. മോളെ. വേദികളിൽ വാക്കുകൾ കൊണ്ട് മാലപ്പടക്കങ്ങൾക്ക് തീ കൊടുക്കാറുള്ള ദിവാകരൻ വാക്കുകൾക്കായി പരതി. അവസാനം ഒരു വിധത്തിൽ ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു. നീ ഭയപ്പെടുന്നത് പോലെ ഒന്നുമുണ്ടാവില്ല മോളെ. അച്ഛനല്ലേ പറയുന്നത്. നീ അച്ഛനെ വിശ്വസിക്ക്. ഒന്നുമല്ലെങ്കിലും ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അല്ലേടി അച്ഛൻ. അത്രയും പറഞ്ഞപ്പോഴേക്കും അദ്ദേഹവും കരഞ്ഞുപോകും എന്ന അവസ്ഥയായി കഴിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ഫോൺ ഓഫാക്കി. ഒരു കാര്യം തീർച്ച, വിക്രം സിംഗ് കൊല്ലത്തേക്കും വിളിച്ചിരിക്കുന്നു. PA കടന്നു വന്നു. അയാൾ കാണാതെ ദിവാകരൻ ഒരു വിധത്തിൽ കണ്ണീരൊപ്പി. സാർ, അവിടെ മന്ത്രിമാരും മറ്റും കാത്തിരിക്കുകയാണ്, അയാൾ അറിയിച്ചു. എനിക്കിപ്പോൾ ഒന്നും വയ്യടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ആലോചിക്കാൻ പറ. ദിവാകരൻ വിവശനായി കിടക്കയിലേക്ക് ചാഞ്ഞു. PAയ്ക്കും വല്ലാത്ത വിഷമം തോന്നി. അയാൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചപ്പോൾ CM കൂട്ടിച്ചേർത്തു. അവരുടെ തീരുമാനം എന്തായാലും എനിക്കറിയണം. എന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്തുകൂടാ സാർ. അവരുടെ തീരുമാനം ഉണ്ടായാലുടനെ എന്നെ വന്ന് കാണാൻ ജയശങ്കറോട് പറയണം സാർ. PA പോയി. രാഷ്ട്രീയത്തിലേക്ക് വരാൻ തോന്നിയ നിമിഷങ്ങളെ അദ്ദേഹം ശപിച്ചു. താൻ പിടിവാശിക്കാരനാണെന്ന് കുറ്റപ്പെടുത്തിയിട്ട് മാലിനിയും അപ്പുറത്തെ മുറിയിലെങ്ങോ പിണങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം ദീർഘമായി നിശ്വസിച്ചു. ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ സംയുക്ത യോഗത്തിൽ ഒരൊറ്റ തീരുമാനമാണ് ഉയർന്നു വന്നത്. വിക്രം സിംഗ് ആവശ്യപ്പെട്ട പണം നൽകി കുട്ടികളെ രക്ഷിക്കുക. വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയാണ് രണ്ട് കുരുന്നുകളുടെ ജീവൻ. പ്രത്യേകം ക്ഷണിക്കപ്പെട്ടയാളായി യോഗത്തിൽ DGP രാഘവ വാര്യരും ഉണ്ടായിരുന്നു. അദ്ദേഹവും അവരുടെ തീരുമാനത്തെ അനുകൂലിച്ചു. എന്നാൽ കമ്മീഷണർ ജയശങ്കർക്ക് എതിർ അഭിപ്രായമാണുള്ളതെന്ന കാര്യവും ചർച്ചയിൽ പൊന്തി വന്നു. പോകാൻ പറ. പ്രതിപക്ഷ നേതാവ് ചൂടായി. അവൻ അത്രയ്ക്ക് മിടുക്കനായിരുന്നെങ്കിൽ വിക്രം സിംഗിനെ തളക്കില്ലായിരുന്നോ? ഇനി കാത്തിരുന്ന് അവസാനം കുഞ്ഞുങ്ങളുടെ ശവം കണ്ടേ സ്കൗണ്ടറിന് തൃപ്തിയാകത്തുള്ളൂ എന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് DGPയെ നോക്കി. താനിനി മുൻപിൻ ഒന്നും ചിന്തിക്കേണ്ട.
വിക്രം സിംഗിന്റെ ഫോൺ വന്നു കഴിയുമ്പോൾ വേണ്ടത് ചെയ്തോ? മാത്രവുമല്ല, ജയശങ്കർ എന്തെങ്കിലും ഫൗൾ പ്ലേക്ക് മുതിർന്നേക്കും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനും നോക്കണം. സാർ, DGP എണീറ്റു. പക്ഷേ CM സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതേക്കുറിച്ചൊന്നും ചിന്തിച്ച് താൻ വെറുതെ തലപൊണ്ണാക്കണ്ട. എന്ത് വേണമെന്ന് ഞാൻ തന്നെ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞോളാം സാർ. അരമണിക്കൂറിനുള്ളിൽ പ്രതിപക്ഷ നേതാവിന്റെ കാർ ക്ലീൻ ഹൗസിലെത്തി. CMന്റെ PA ആണ് അദ്ദേഹത്തെ CMന്റെ മുറിയിൽ എത്തിച്ചത്. മുറിയിലേക്ക് കയറിയതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിയമസഭയിലും പത്രസമ്മേളനം നടത്തുമ്പോഴുമൊക്കെ നമ്മൾ പരസ്പരം ചെളിവാരി എറിയും, കള്ളത്തരങ്ങൾ വിളിച്ചു പറയുകയുമൊക്കെ ചെയ്തെന്നിരിക്കും. അത് ശരി തന്നെയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാടോ? ഇന്ന് തനിക്ക് സംഭവിച്ചത് നാളെ എനിക്കും സംഭവിച്ചു കൂടുന്നില്ലല്ലോ. ഈ മണുകുണാപ്പന്മാര് കാക്കിയിട്ടുകൊണ്ട് പോലീസാണെന്ന് പറഞ്ഞ് നടക്കുമെന്നല്ലാതെ ഇവനെയൊക്കെ എന്തിനു കൊള്ളാം? പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് തല്ലുമേടിക്കാനും സല്യൂട്ട് ചെയ്യാനും. അല്ല മിസ്റ്റർ നാരായണൻ, താങ്കൾ പറഞ്ഞു വരുന്നത്? CMന്റെ നെറ്റി ചൊളിഞ്ഞു. ഒലക്കേടെ മൂട്. അയാള് 25 കോടി ചോദിച്ചെങ്കിൽ കൊടുത്തേക്കണം. അല്ല പിന്നെ. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പുല്ലും നടക്കുകയില്ല. ദിവാകരന്റെ മുഖത്ത് വിളറിയ ഒരു ചിരിയുണ്ടായി. ഇപ്പോൾ നമ്മൾ പണം കൊടുത്താൽ ഇനി ഇത്തരം സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായെന്ന് വരും. വരട്ടടോ, അപ്പോൾ നമുക്ക് കാണാം. പക്ഷേ ഇതൊന്നുമില്ലാതെ കാര്യം സാധിക്കാമെന്ന് ജയശങ്കർ എനിക്കുറപ്പ് തന്നിട്ടുണ്ട്. ഓ കോപ്പ്, അവൻ പോയി തൊലയാൻ പറ. ആരാൻ്റമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെയും അതുതന്നെയാ കാര്യം. പിള്ളേര് ചത്താൽ അവനെന്താ? നാരായണ, CM അസ്വസ്ഥതയോടെ വിളിച്ചു. ഞാൻ നിർത്തി. അദ്ദേഹം എണീറ്റു. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിക്കും, അപ്പോൾ പറയാം. ശരി. പ്രതിപക്ഷ നേതാവ് പോയി. CM ചിന്താഭാരത്തോടെ ഇരിക്കുമ്പോൾ പുറത്ത് ഒരു വാഹനം ബ്രേക്കിടുന്ന ഒച്ച കേട്ടു. ജയശങ്കർ. അദ്ദേഹം പിറുപിറുത്തു. അടുത്തു വന്ന കനത്ത കാലൊച്ച വാതിലിനു മുന്നിൽ നിന്നു. വാതിലിൽ പതിഞ്ഞ തട്ട്. മേ കമിൻ സാർ? യെസ്. വാതിൽ തുറക്കപ്പെട്ടു. അകത്തു വന്ന ജയശങ്കർ അറ്റൻഷനായി. അയാളുടെ മുഖം മ്ലാനമാണെന്ന് CM കണ്ടു. എന്താടോ? സാർ, വിക്രം സിംഗിന് പണം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തന്നോടിത് ആര് പറഞ്ഞു? DGP എനിക്ക് വാണിംഗും തന്നു. ദിവാകരൻ പതിയെ തലയനക്കി. ഞാൻ ഒഴികെയുള്ളവരുടെ തീരുമാനമാണത്. ഞാൻ ഈ നിമിഷം വരെ പെർമിഷൻ നൽകിയിട്ടില്ല. നീയുമായി അവസാന വട്ടം ചിന്തിക്കാതെ ഒന്നും തീരുമാനിക്കില്ലെന്ന് തീർച്ചപ്പെടുത്തിയാണ് ഇപ്പോൾ നിന്നെ വരുത്തിയത്. ജയശങ്കറുടെ കണ്ണുകൾ വല്ലാതെ ഒന്ന് തിളങ്ങി. സാറിന് എന്നിൽ വിശ്വാസമുണ്ടോ? എന്തൊരു ചോദ്യമാടാ ഇത്. നിന്നിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. എങ്കിൽ സാർ പെർമിഷൻ നൽകിക്കോളൂ പണം കൊടുക്കാൻ. എടാ, അറിയാതെ ഒച്ച ഉയർത്തിപ്പോയി ദിവാകരൻ. നീ എന്താ പറഞ്ഞത്? ഇത്രയും കാലം നിന്നെ വിശ്വസിച്ച എന്നെ വിഡ്ഢിയാക്കുകയാണോ നീ? നോ സാർ. അയാൾ പതിയെ ചിരിച്ചു. ഇതൊരു കളിയാണ്. നമ്മൾ ഇരുവരും മാത്രം അറിയുന്ന ഒരു കളി. താങ്കൾ പണം കൊടുക്കാനുള്ള പെർമിഷൻ നൽകുന്നു. വിക്രം സിംഗിന്റെ അടുത്ത മെസ്സേജ് അങ്ങയ്ക്ക് കിട്ടിയതിനു ശേഷം. പക്ഷേ ജയശങ്കർ അർദ്ധോക്തിയിൽ നിർത്തി. പക്ഷേ ദിവാകരൻ നെറ്റിച്ചൊളിച്ചു. ഈ നിമിഷം സാർ അങ്ങയുടെ സെൽഫോൺ ഓഫ് ചെയ്തു വെക്കണം. ഞാൻ അറിയാതെ അങ്ങ് അതിൽ തുടരുത്. അത് മാത്രവുമല്ല, ഈ ക്ലീൻ ഹൗസിൽ ഇനിയൊരു ഫോണും ശബ്ദിക്കരുത്. എല്ലാം ഡിസ്കണക്ട് ചെയ്യാൻ പറയാൻ പോകുകയാണ് ഞാൻ. അതുകൂടാതെ ഒന്നുകൂടി, നാളെ നേരം പുലരുന്നതുവരെ അങ്ങയ്ക്ക് ഒരു വിസിറ്ററും പാടില്ല. ഞാൻ പോലും. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ചോദിക്കാതിരിക്കാനായില്ല ദിവാകരന്. ജയശങ്കർ അപ്പോഴും ചിരിച്ചു. പിന്നെ തൊപ്പിയൊന്ന് നേരെ വെച്ച് അറ്റൻഷനായി. അധ്യായം 44. ചീഫ് മിനിസ്റ്റർക്ക് സല്യൂട്ട് നൽകിയിട്ട് പുറത്തേക്ക് പോകുവാൻ ഭാവിക്കുകയായിരുന്നു ജയശങ്കർ IPS. താനൊന്ന് നിന്നേടോ, CM പറഞ്ഞു. ജയശങ്കർ നിന്നു. തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. എന്താണ് തന്റെ ഉദ്ദേശമെങ്കിലും ഒന്ന് പറഞ്ഞേച്ച് പോടോ. താൻ പറയുന്നതൊക്കെ വെറുതെ അങ്ങ് വിശ്വസിക്കാൻ എനിക്കെന്തോ തോന്നുന്നില്ല സാർ. ജയശങ്കർ തിരിഞ്ഞു നിന്നു. വിക്രം സിംഗിന് ഈ സംസ്ഥാനം വിട്ടു പോയാലും മറ്റെവിടെയെങ്കിലും കഴിയണമെങ്കിൽ പണം വേണം. ആ നിലയ്ക്ക് പൊന്മുട്ടയിടുന്ന താറാവുകളെ അയാൾ കൊല്ലില്ല. അതായത് പണം കയ്യിൽ കിട്ടും വരെ അങ്ങയുടെ കൊച്ചുമക്കൾ സുരക്ഷിതരായിരിക്കും. അയാൾ അവരെ ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞാൽ? ദിവാകരന്റെ കണ്ണുകൾ കുറുകി. അതേക്കുറിച്ച് ഇപ്പോൾ എനിക്ക് മറുപടി നൽകുവാൻ കഴിയില്ല സാർ. രക്തദാഹിയായ ഒരു ക്രിമിനൽ കുട്ടികളെ തിരികെ തരും എന്ന വിശ്വാസവും എനിക്കില്ല. വൈ സോ? ഈ സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നു പോകണമെങ്കിൽ അവർക്കൊരു രക്ഷാവലയം ആവശ്യമാണ്. ആ വലയമാണിപ്പോൾ കുട്ടികൾ. അവർ കൂടി വണ്ടിയിലുണ്ടെങ്കിൽ പോലീസ് ആക്രമിക്കില്ലെന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നവനാണ് വിക്രം സിംഗ്. ബാക്കി പറയണ്ട. തനിക്കറിയാം എന്ന ഭാവത്തിൽ
മുഖ്യമന്ത്രി കൈ ഉയർത്തി. ആ മുഖം വല്ലാതെ വിളറിപ്പോയിരുന്നു. ഇനി ബാക്കി ഞാൻ പറഞ്ഞത്, ജയശങ്കർ തുടർന്നു. ഇവിടുത്തെ ഫോണുകളൊന്നും ശബ്ദിക്കാതിരുന്നാൽ വിക്രം സിംഗിന് അങ്ങയുമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടാകും. വേറെ ഏതെങ്കിലും വിധം അയാൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും നമുക്ക് കുറെ കൂടി സമയം കിട്ടും. അങ്ങനെയും അയാൾ അമിത വേഗത്തിൽ അങ്ങയുമായി സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അങ്ങ് ആരുമായും സന്ധിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. വിശ്വസിച്ചോളൂ സാർ. ജീവനോടെ ഇവിടെ മടങ്ങിയെത്താൻ എനിക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ഒപ്പം വിനുവും വിദ്യയും ഉണ്ടായിരിക്കും. CM മറുപടി പറഞ്ഞില്ല. എന്നാൽ ജയശങ്കർ പോയ ഉടനെ അയാൾ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ PA കൊണ്ട് ചെയ്യിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. അവസാനം PA ഇങ്ങനെ പറഞ്ഞു, ഈ കാര്യങ്ങൾ പുറത്തുള്ള പോലീസ് പോലും അറിയരുത്. നോ സാർ. ക്ലീൻ ഹൗസിൽ നിന്നിറങ്ങിയ കമ്മീഷണർ ജയശങ്കർ നേരെ പോയത് മുകുന്ദൻ മേനോന്റെ അരികിലേക്കാണ്. അവർക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നു. പകൽ പോയി. ഇരുളിന്റെ കരിമ്പടം കെട്ടഴിഞ്ഞു വീണു. സായാഹ്ന പത്രങ്ങളിൽ വിക്രം സിംഗിന് കുട്ടികളെ മോചിപ്പിക്കുന്നതിനായി 25 കോടി രൂപ കൊടുക്കാൻ ഭരണപക്ഷ പ്രതിപക്ഷ കക്ഷികളുടെ യോഗം തീരുമാനിച്ച വാർത്തയുണ്ടായിരുന്നു. ആ പത്രങ്ങളിലൊന്നിൽ കണ്ണുകൾ ഒന്നിക്കൊണ്ട് വിക്രം സിംഗ് ഉച്ചത്തിൽ ചിരിച്ചു. കുപ്പിയോടെ മദ്യം വായിലേക്ക് വീഴ്ത്തി. പിന്നെ വറുത്ത കോഴിക്കാൽ കടിച്ചു പറിച്ച് തിന്നാൻ തുടങ്ങി. അയാളുടെ അനുയായികളും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ വിശപ്പും ദാഹവും കാരണം തളർന്ന് ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്ന വിനുവിനോടും വിദ്യയോടും ഒരു ഗ്ലാസ് പച്ചവെള്ളം വേണോ എന്ന് പോലും ആരും ചോദിച്ചില്ല. കുഞ്ഞുങ്ങൾ പരസ്പരം നോക്കിയിരുന്ന് കണ്ണീരൊഴുക്കി. ആദ്യത്തെ കോഴിക്കാൽ വലിച്ചെറിഞ്ഞിട്ട് വിക്രം സിംഗ് മറ്റൊരെണ്ണം എടുത്തു. അനുയായികളും കഴിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഈ രാത്രി ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. 25 കോടി നമ്മുടെ കയ്യിലെത്തുന്ന നിമിഷം 3 പേർ ഈ തലസ്ഥാനത്തു നിന്നും അങ്ങേ ലോകത്തേക്ക് യാത്രയായിരിക്കണം. CM ദിവാകരൻ, മുൻ DGP മുകുന്ദൻ മേനോൻ, കമ്മീഷണർ ജയശങ്കർ. എല്ലാത്തിൻ്റെയും പദ്ധതികൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി. യെസ് സാർ. അനുയായികൾ സമ്മതിച്ചു. എന്നാൽ വിനുവും വിദ്യയും ഈ കാര്യങ്ങൾ കേട്ട് നടുങ്ങി വിറയ്ക്കുകയായിരുന്നു. തങ്ങളുടെ മുത്തച്ഛനെയും മറ്റും ഇവർ കൊല്ലാൻ പോകുന്നു. തനിക്ക് അത്യാവശ്യം വേണ്ട ചില ടെലിഫോണുകൾ കൂടി ടാപ്പ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ കമ്മീഷണർ ജയശങ്കർ ചെയ്തു കഴിഞ്ഞു. നേരിയ സംശയം മനസ്സിലേക്ക് പാളി വീണിരിക്കുന്നത് അനന്തന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ തെളിവുകൾ കാരണമാണ്. അവ ശരിയാണെങ്കിൽ ജയശങ്കർ അണപ്പല്ലുകൾ കടിച്ചമർത്തി. അത് കണ്ട് മുകുന്ദൻ മേനോൻ ചിരിച്ചു. ജയ, ഒക്കെ ശരിയാകും. നീ ഇത്രയ്ക്കങ്ങോട്ട് ബേജാറാവണ്ട. പക്ഷേ ആ വാക്കുകൾക്ക് തണുപ്പിക്കാൻ കഴിയുന്ന അഗ്നി ആയിരുന്നില്ല അയാളുടെ ഉള്ളിൽ. സമയം രാത്രി 9:30. വിക്രം സിംഗ് മൊബൈൽ ഫോൺ എടുത്ത് CMന്റെ നമ്പറിൽ കൊത്തി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. ഫോൺ പ്രവർത്തിക്കുന്നില്ല എന്ന് അതിൽ എഴുതി തെളിഞ്ഞത് കണ്ടപ്പോൾ വിക്രം സിംഗ് അമ്പരന്ന് പോയി. അങ്ങനെ സംഭവിക്കാത്തതാണല്ലോ. CMന്റെ വസതിയിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ലല്ലോ. അതും ഈ പ്രത്യേക സാഹചര്യത്തിൽ. 1-2 തവണ കൂടി അയാൾ ശ്രമിച്ചു നോക്കി. അപ്പോഴും ഫലം പഴയത് തന്നെയായിരുന്നു. ഉടനെ വിക്രം സിംഗ് CMന്റെ മൊബൈൽ നമ്പർ കുത്തി. പക്ഷേ അതും പ്രവർത്തനരഹിതമായിരുന്നു. വിക്രം സിംഗിന്റെ തലച്ചോറിനുള്ളിൽ ഒരു തേൾ കുത്തുന്ന അനുഭവം ഉണ്ടായി. എന്തോ കളികൾ നടക്കുന്നുണ്ടെന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആരോ തനിക്ക് മുന്നറിയിപ്പ് തരുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്നാൽ കേരളത്തിലെ ഒരു പട്ടിക്കും തന്റെ ഒരു രോമത്തേൽ തൊടാനുള്ള കരുത്തില്ലെന്ന് സിംഗിനറിയാം. അത്തരം കളികളാണ് താൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും തെല്ല് സൂക്ഷിക്കേണ്ടത് ഒരാളിനെ മാത്രമേയുള്ളൂ, കമ്മീഷണർ ജയശങ്കറെ. ഒരു പോലീസ് പട്ടിയെ പോലെ രഹസ്യങ്ങൾ മണത്തറിയുവാൻ കഴിവുള്ളവനാണ് ജയശങ്കർ. ഏതായാലും പാഴാക്കി കളയുവാൻ തനിക്ക് സമയം തീരെയില്ല. വിക്രം സിംഗ് മറ്റൊരു നമ്പർ ഡയൽ ചെയ്തു. അവിടെ ബെൽ മുഴങ്ങുകയും ആൾ റിസീവർ എടുക്കുകയും ചെയ്തു. ക്ലീൻ ഹൗസിലെ ഫോണുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. സിംഗ് തിരക്കി. ഉവ്വല്ലോ, എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കത്ര കൃത്യമായി അറിയില്ല. എങ്കിൽ സത്യം തന്നെയാണ്. അവിടുത്തെ ഒറ്റ ഫോണും പ്രവർത്തിക്കുന്നില്ല. അത് കുഴപ്പമാകുമല്ലോ. എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു പ്രശ്നമാണിതെന്നാണ്. എന്റെ സമയം നഷ്ടപ്പെടുത്തുവാൻ, എന്നെ പരാജയപ്പെടുത്തുവാൻ. എന്തോ അങ്ങനെ എനിക്കങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. കാരണം നിയമസഭ കൂടി അവർ എടുത്ത തീരുമാനം ഒറ്റയ്ക്ക് ആർക്കും മാറ്റാനിടയില്ല. ആർ യു ഷുവർ? യെസ്. സിംഗ് ഫോൺ ഓഫ് ചെയ്തു. ഒരു നിമിഷം അയാളുടെ കത്തുന്ന കണ്ണുകൾ കുട്ടികളുടെ മുഖത്ത് തറഞ്ഞു. പിന്നെ വീണ്ടും മദ്യക്കുപ്പിയെടുത്ത് അയാൾ വായിലേക്ക് കമിഴ്ത്തി. വിനുവും വിദ്യയും കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. സമയം കടന്നുപോയി. അപ്പോൾ കമ്മീഷണർ ജയശങ്കർ സന്തോഷവാനായിരുന്നു.
ഏതു നിമിഷവും വിക്രം സിംഗും സംഘവും തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും. അനന്തന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഡയറിയാണ് തനിക്ക് വെളിച്ചം പകർന്നു തന്നത്. അതിലെ ചില സൂചനകൾ വെച്ചുകൊണ്ട് വെറുതെ ഒരു പരീക്ഷണത്തിനിറങ്ങിയതാണ് ഇപ്പോൾ തന്നെ വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ ഇവിടെ പലതും നടക്കും. പ്രോട്ടോകോളൊക്കെ കാറ്റിൽ പറത്തും താൻ. മുൻപിൽ നോക്കാതെയുള്ള ഒരു തരം കളി. മുകുന്ദൻ മേനോന്റെ വീട്ടിൽ ഒരു വട്ടം കൂടി പോയി ജയശങ്കർ. അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു. CI സിദ്ദിഖും SI ദിലീപുമൊക്കെ ഒരു ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഈ നിമിഷം വേണമെങ്കിലും വിക്രം സിംഗിനോട് ഏറ്റുമുട്ടാം. പക്ഷേ അപ്പോൾ ഇടയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാസ്റ്റഡ് രക്ഷപ്പെടും. വിക്രം സിംഗ് പിടിയിലായാൽ നല്ല മനുഷ്യൻ എന്ന ഭാവത്തിൽ അയാൾ പിന്നെയും ഈ രാജ്യത്ത് ബാക്കിയുണ്ടാകും. അത് പാടില്ല. അതുകൊണ്ട് അയാൾ കൂടി കുരുങ്ങുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ജയശങ്കറുടെ കാത്തിരിപ്പ്. നാളത്തെ പത്രത്തിന് ഒരു സെൻസേഷൻ ന്യൂസ് കിട്ടുമെന്ന് ഉറപ്പാണോ ജയശങ്കർ സാറേ? പൂജ തിരക്കി. അയാൾ പതിയെ ഒന്ന് ചിരിച്ചു. പിന്നെ അവൾ മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മറ്റന്നാളത്തെ പത്രത്തിലും ഉണ്ടാവും ഒരു സെൻസേഷൻ ന്യൂസ്. അതെന്താ? നിന്നെ വിവാഹം ചെയ്തു കൊണ്ടുപോയി ഞാൻ പീഡിപ്പിച്ചെന്ന്. ഛി! അവൾ കൈ ചുരുട്ടി. വൃത്തികേട് പറയുന്നോടാ ദുഷ്ട. ഭാനുമതി അമ്മ അങ്ങോട്ട് വന്നപ്പോൾ അവൾ കൈ പിൻവലിച്ചു കളഞ്ഞു. പെട്ടെന്ന് ജയശങ്കറുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അയാൾ അത് ഓൺ ചെയ്തു, കാതോട് ചേർത്തു. താൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു അതെന്നറിഞ്ഞതും അയാൾ ചാടി എണീറ്റു. തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. പിന്നെ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. പൂജയും ഭാനുമതി അമ്മയും മിഴിച്ചു നിന്നു. കോപം കൊണ്ട് കത്തിജ്വലിക്കുകയായിരുന്നു വിക്രം സിംഗ്. ചീഫ് മിനിസ്റ്ററുടെ വസതിയായ ക്ലീൻ ഹൗസിലെ ഒരു ഫോൺ പോലും ശബ്ദിക്കാതിരുന്നത് ബോധപൂർവമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കയ്യിലിരുന്ന മദ്യക്കുപ്പി അയാൾ വലിച്ചെറിഞ്ഞു. ഭിത്തിയിൽ ചെന്ന് തട്ടി അത് ചിതറിപ്പോയി. മദ്യം മുറിയിൽ പരന്നൊഴുകി. സ്കൗണ്ട്രൽസ്! വിക്രം സിംഗിനോടാ കളിക്കുന്നത്? അലറുകയായിരുന്നു അയാൾ. 25 കോടി സ്വപ്നം കണ്ടിരുന്ന അയാൾക്ക് തന്റെ നെഞ്ചിലേക്ക് ഒരു കഠാര കുത്തിയിറക്കുന്നതിന് തുല്യമായ ഒരു വാർത്തയായിരുന്നു അത്. വിശ്വാസയോഗ്യനായ ഒരു മനുഷ്യനിൽ നിന്ന് തന്നെയായിരുന്നു അയാൾക്ക് ഈ വാർത്ത കിട്ടിയതും. നോ, വിക്രം സിംഗിനെ തോൽപ്പിക്കാമെന്ന് ഏതു നായിന്റെ മോനാണ് CMന്റെ കാതുകളിൽ ഓതിക്കൊടുത്തതെങ്കിലും അവന് തെറ്റി. നഷ്ടം ദിവാകരന് തന്നെയാണ്. ഇനി ഒരിക്കലും ഈ പുഴുക്കളെ അയാൾ കാണാൻ പോകുന്നില്ല. വിനുവിനും വിദ്യയ്ക്കും നേരെ അയാൾ കൈ ചൂണ്ടി. നിങ്ങളെ നിങ്ങളുടെ മുത്തച്ഛന് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ്? ചാകാൻ തയ്യാറായിക്കോ നിങ്ങൾ. ഭീതി കാരണം കുട്ടികളുടെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു. ആ കുരുന്നു മനസ്സുകളിൽ മരണത്തിന്റെ ഭീകരരൂപം ഒരു നടുക്കമായി പടർന്നിറങ്ങി. വിഷമവും കോപവും മാറി മാറി പ്രതിഫലിക്കുകയാണ് വിക്രം സിംഗിന്റെ മുഖത്ത്. പണമില്ലാതെ താൻ ഇവിടെ നിന്ന് പോയാൽ ഒന്നും നേടാനാവില്ല. അവസാന നിമിഷം കടൽക്കരയിലെ കളിവീട് പോലെ എല്ലാം തകർന്നടിയുകയാണോ? ഒരിക്കൽ കൂടി അയാൾ ഫോണെടുത്തു. ഇത്തവണ കൊല്ലത്തേക്കാണ് വിളിച്ചത്. ചന്ദ്രശേഖരനെ ലൈനിൽ കെട്ടി. പട്ടിയുടെ മോനെ, നിനക്ക് നിന്റെ മക്കളെ വേണ്ട അല്ലേ? ഒറ്റ ഗർജനമായിരുന്നു സിംഗ്. ചന്ദ്രശേഖരൻ പതറിയെന്ന് വ്യക്തം. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്നും ചെയ്യരുത്. അവരെ എനിക്ക് വേണം. എന്നിട്ടാണോടാ മുഴുവൻ ഓഫ് ചെയ്തിട്ട് എനിക്കെതിരെ കളിക്കുന്നത്? ഞാൻ അക്കാര്യം എനിക്കറിയുകയില്ല. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കാം. കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ക്ഷമയും കോപ്പമൊന്നും എനിക്ക് വേണ്ടടാ. ഐ വാണ്ട് മണി. അത്രമാത്രം. അതും 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ മക്കളെ വെട്ടിയെറിഞ്ഞ് പൊതുനിരത്തിലെറിയും ഞാൻ, ചാവാലിപ്പട്ടികൾക്ക് തീറ്റയായിട്ട്. നോ! ചന്ദ്രശേഖർ പൂർത്തിയാക്കും മുൻപ് വിക്രം സിംഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ വല്ലാത്തൊരു ഭാവത്തോടെ എണീറ്റ് കുട്ടികൾക്ക് നേരെ നടന്നു. അവർ അടിമുടി വിറച്ചു. ഈ അവസരത്തിൽ പുറത്തൊരു വാഹനത്തിന്റെ മുരൾച്ച കേട്ടു. ഒരു വെളിച്ചം ജനൽ ഗ്ലാസുകളെ തൊട്ടൊഴിഞ്ഞു. വിക്രം സിംഗ് അനുയായികളെ നോക്കി. തോക്കുമായി 2 പേർ പുറത്തേക്ക് പാഞ്ഞു. വാഹനം ബ്രേക്കിടുന്ന ഒച്ച. വിക്രം സിംഗും റിവോൾവർ വലിച്ചെടുത്തു. അടുത്ത നിമിഷം വാതിൽ തള്ളി തുറന്ന് ഒരാൾ അകത്ത് കടന്നു. DGP രാഘവ വാര്യർ. അധ്യായം 45. മുന്നിലെത്തിയ കാക്കിധാരി ആരെന്ന് മനസ്സിലാകും മുൻപ് തന്നെ റിവോൾവർ ചൂണ്ടിക്കഴിഞ്ഞിരുന്നു വിക്രം സിംഗ്. എന്നാൽ DGP രാഘവ വാര്യരാണ് വന്നിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ അയാൾ റിവോൾവർ താഴ്ത്തി. പിന്നെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. സാർ, എവിടെയാണ് നമുക്ക് പിഴച്ചത്? നിയമസഭ കൂടി അവർ പണം തരാൻ തീരുമാനിച്ചത് വെറും നാടകമായിരുന്നോ? DGPയുടെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടുകൊണ്ടായിരുന്നു വിക്രം സിംഗിന്റെ ചോദ്യം. അല്ല, തെല്ല് പരിഭ്രമമുണ്ടായിരുന്നു രാഘവ വാര്യരുടെ ശബ്ദത്തിൽ. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ തന്നെ നീങ്ങുകയായിരുന്നു. പക്ഷേ
ടെൽമി, എന്തുണ്ടായി? അവനൊരുത്തനാണ് ഇടയ്ക്ക് നിന്ന് കളിച്ചിരിക്കുന്നത്. ജയശങ്കർ. അവന്റെ വാക്കുകളിൽ കുരുങ്ങിയാണ് CM ഫോണുകളെല്ലാം പ്രവർത്തനരഹിതമാക്കിയതെന്ന് ഞാൻ സംശയിക്കുന്നു. സ്റ്റുപ്പിഡ്, ഇത് പറയാനാണോ താനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? തനിക്ക് നാണമില്ലേ എന്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുവാൻ? ഒരു കീഴുദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യാനറിയാത്ത താനൊക്കെ എങ്ങനെ ഇത്രയും കാലം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പിടിച്ചു നിന്നടോ? വിക്രം സിംഗിന്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. താൻ തന്നെ പറ, എന്തു ചെയ്യണം ഞാൻ? ആത്മഹത്യ ചെയ്യണോ? അതോ താനും മറ്റും കൂടിക്കൊണ്ടാണ് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്ന് വിളിച്ചു പറയണോ? വിക്രം സിംഗ്. തലയിൽ ഒരു ബോംബ് വീണതുപോലെ ഞെട്ടുകയായിരുന്നു രാഘവ വാര്യർ. താനിങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു കോവി എന്നെ പേടിപ്പിക്കാതെ. ആ ജയശങ്കർക്ക് എന്നെയും സംശയമുണ്ടോ എന്നാണിപ്പോൾ എന്റെ പേടി. അവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിദ്യയും വിനുവും പ്രത്യാശയോടെ രാഘവ വാര്യരെ നോക്കി. നേരത്തെ അവർ അയാളെ കണ്ടിട്ടുണ്ട്. അങ്കിൾ, ഞങ്ങളെ രക്ഷിക്കൂ, വിനു വിളിച്ചു പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവർ ഞങ്ങളെ കൊല്ലും. ഇവരല്ല, ഞാനാണ് നിന്നെയൊക്കെ കൊല്ലാൻ പോകുന്നത്, പിശാചുക്കളെ. വാര്യരുടെ കോപം അവർക്ക് നേരെയായി. അല്ലെങ്കിൽ മിണ്ടാതിരുന്നോണം രണ്ടുപേരും. കുഞ്ഞുങ്ങൾക്ക് അതൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും ഇദ്ദേഹം തങ്ങളെ സഹായിക്കില്ലെന്നോ? വാര്യർ അപ്പോൾ പിന്നെയും വിക്രം സിംഗിന്റെ നേരെ തിരിഞ്ഞു. ഏതായാലും പണം കിട്ടാതെ ഒന്നുമാവില്ല. അതുകൊണ്ട് എങ്ങനെയും പണം കിട്ടിയേ മതിയാവൂ. പക്ഷെ ഇനി ഇവിടെ തുടരുന്നത് അപകടമാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകും? തൽക്കാലം ആരും സംശയിക്കാത്ത ഒരു സ്ഥലം എന്റെ മനസ്സിലുണ്ട്. അവിടേക്ക് മാറണം. ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ പോലീസ് ഇല്ല. പോലീസിന്റെ കണ്ണുകൾ എത്തിപ്പെടാത്ത ഒരു ഭാഗത്തുകൂടി നമുക്ക് പോകാം. നിങ്ങൾ സുരക്ഷിതരാകും വരെ ഞാനും ഒപ്പമുണ്ടായിരിക്കും. അത് വിക്രം സിംഗിന് സമ്മതമായിരുന്നു. എങ്കിൽ വേഗം ഈ കുട്ടികളെ നമ്മുടെ വണ്ടിയിൽ കയറ്റൂ. ആവശ്യമുള്ള ആയുധങ്ങളും കരുതിക്കോളൂ. സാബ്. രണ്ടുപേർ കുഞ്ഞുങ്ങളുടെ നേരെ നീങ്ങി. അവരെ കൈകളിൽ പിടിച്ചു വലിച്ചുയർത്തി. ഞങ്ങളെ കൊണ്ടുപോകല്ലേ, അവർ നിലവിളിച്ചു. മിണ്ടരുത്, കൊന്നുകളയും. ഒരാൾ തോക്കു ചൂണ്ടി പിടിച്ചു നിർത്തും പോലെ കുട്ടികളുടെ കരച്ചിൽ നിന്നു. കെട്ടിടത്തിന് പിന്നിൽ ഒരു കച്ചിക്കൂനയുണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു അവരുടെ വാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. കുട്ടികളുമായി അവിടേക്ക് ചെന്നവർക്ക് നേരെ ഇരുളിൽ നിന്നും ചില മുഷ്ടികൾ പറന്നു വന്നു. അടക്കിയ നിലവിളിയോടെ അവർ പിന്നോട്ട് വേച്ചു. കനത്ത ഇരുൾക്കട്ടകളായി അപ്പോൾ ചിലർ അവരുടെ മേൽ പറന്നു വീണു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ കഴുത്തൊടിഞ്ഞ് ചലനമറ്റു. ഒപ്പം കുട്ടികളുടെ കാതുകളിൽ പതിഞ്ഞ ശബ്ദം, പേടിക്കേണ്ട മക്കളെ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. കാതുകളിൽ സുഖകരമായ ഒരു കാറ്റ് തഴുകുന്ന അനുഭവമാണ് കുഞ്ഞുങ്ങൾക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടായത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇരുളിലൂടെ അവരെ അകലേക്ക് കൊണ്ടുപോയി. കെട്ടിടത്തിനുള്ളിൽ അപ്പോൾ ആയുധങ്ങളും മറ്റും പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഭാവിക്കുകയായിരുന്നു വിക്രം സിംഗിന്റെ ആൾക്കാർ. ആ ക്ഷണം ഏവരെയും നടക്കിക്കൊണ്ട് ചെറിയൊരു ലൗഡ് സ്പീക്കറുടെ ശബ്ദം ഒഴുകിയെത്തി. എടാ വിക്രം സിംഗ്. തീക്കൊള്ളിയിൽ കുത്തേറ്റതുപോലെ അയാൾ ഞെട്ടിത്തിരിഞ്ഞു. DGP വാര്യരും കിടുങ്ങിപ്പോയിരുന്നു. ആ ശബ്ദം അയാളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. കമ്മീഷണർ ജയശങ്കർ. ഇരുവരുടെ മുഖത്തെ രക്തമയം വാർന്നുപോയി. ആസന്നമായിരുന്ന അപകടത്തെക്കുറിച്ച് ഇരുവർക്കും ബോധ്യമായി. ആ ക്ഷണം പിന്നിലെ വാതിലിലൂടെ ചാക്കുകെട്ട് കണക്കെ ഒരാൾ അകത്തു വന്നു വീണു. ഏവരും അയാളെ നോക്കി. കുട്ടികളുമായി പുറത്തേക്ക് പോയവരിൽ ഒരാളാണ് അതെന്ന് അവർ തിരിച്ചറിഞ്ഞു. എടാ, വിക്രം സിംഗ് ഗർജിച്ചു. പക്ഷേ തറയിൽ കിടന്നിരുന്നവർ അനങ്ങിയില്ല. കുട്ടികൾ രക്ഷപ്പെട്ടു കാണുമെന്ന് അവർക്കുറപ്പായി. രോഷത്തോടെ വിക്രം സിംഗ് പിന്നിലെ വാതിലിന് നേരെ തുടരെ നിറയൊഴിച്ചു. എന്നാൽ അതിന് മറുപടിയായി വന്നത് ജയശങ്കറുടെ കത്തുന്ന ശബ്ദമാണ്. എടാ വിക്രം സിംഗ്, നിനക്കിനി രക്ഷയില്ല. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിക്കും നീ. ഈ കെട്ടിടം പോലീസ് വലയത്തിനുള്ളിലാണ്. ഇനിയൊരു രക്ഷപ്പെടലിന് നീ ശ്രമിക്കണ്ട, അനുവദിക്കില്ല ഞാൻ. നിന്നെ ജീവനോടെ വേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ശവം പോലും വേണ്ട. നീ തീർന്നു എന്നൊരു ഉറപ്പ് മാത്രം മതി എനിക്ക്. ആദ്യമായി പതറുകയായിരുന്നു വിക്രം സിംഗ്. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കപ്പെട്ട ഒരുവന്റെ നിസ്സഹായാവസ്ഥ അയാളുടെ മുഖത്ത് വാര്യർ കണ്ടു. അതേ അവസ്ഥ തന്നെയാണല്ലോ DGPക്കും. പക്ഷേ ഒരേയൊരു ആശ്വാസം മാത്രമേ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. താൻ ഇതിനുള്ളിൽ ഉണ്ടെന്നുള്ളത് ഇതുവരെ ജയശങ്കർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പ്രൈവറ്റ് വണ്ടിയിലാണല്ലോ താൻ വന്നത്. പൊടുന്നനെ വിക്രം സിംഗിന്റെ കണ്ണുകളിൽ ഒരു തെളിച്ചമുണ്ടായി. സാർ, രക്ഷപ്പെടാൻ ഒരു വഴി ഇപ്പോഴും മുന്നിലുണ്ട്. അത്ര വേഗം തോൽവി സമ്മതിക്കാൻ ഈ വിക്രം സിംഗിന് മനസ്സില്ലെന്ന് കരുതിക്കോ. ഒന്നും മനസ്സിലാകാതെ വാര്യർ വിക്രം സിംഗിനെ നോക്കി. അയാൾ ചിരിച്ചു.
താങ്കളെ പരിചയാക്കി രക്ഷപ്പെടും ഞാൻ. പറഞ്ഞതും അയാൾ റിവോൾവർ രാഘവ വാര്യരുടെ പുറത്തമർത്തി. എനിക്ക് പോലീസുകാരെ തീരെ വിശ്വാസമില്ല. വേണമെങ്കിൽ എന്നെ കൊന്നിട്ട് നല്ല പിള്ള ചമയാനും നിങ്ങൾ മടിക്കില്ലെന്ന് എനിക്കറിയാം. വാര്യർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഇത്. മോ! വാര്യരെ മുന്നോട്ട് നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ റിവോൾവർ എടുക്കാനും വിക്രം സിംഗ് മറന്നില്ല. വാര്യരുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു. അല്ല വിക്രം സിംഗ്, ഞാൻ. മിണ്ടരുത്. എന്തു വേണമെന്ന് ഇനി തീരുമാനിക്കുന്നത് ഞാൻ. വിക്രം സിംഗിന് പിന്നിൽ അനുയായികളും അണിനിരന്ന് കഴിഞ്ഞിരുന്നു. മുന്നിലെ വാതിലിന്റെ ഓടാമ്പൽ ഒരാൾ നീക്കി. വാതിൽ മെല്ലെ തുറന്നിട്ട് വിക്രം സിംഗ് ഇരുളിലേക്ക് നോക്കി. ഒന്നും കാണാനില്ല. എങ്കിലും ഇരുട്ടിനെ മറയാക്കി ഒരുപാട് ഗണ്ണുകൾ വാതിൽക്കലേക്ക് ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഒരു ബുള്ളറ്റ് ചീറി വന്നാൽ മതി ഈ കെട്ടിടം ഒരു തീഗോളമായി മാറാൻ. അതുകൊണ്ട് എത്രയും വേഗം പുറത്തു കടക്കണം. ജയശങ്കർ! വിക്രം സിംഗിന്റെ ശബ്ദം ഇടിമുഴക്കമായി ഇരുളിൽ പരന്നു. നീ ജയിച്ചുവെന്ന് കരുതിയെങ്കിൽ തെറ്റി. അന്തിമ വിജയം എപ്പോഴും ഈ വിക്രം സിംഗിന് തന്നെയായിരിക്കുമടാ. അതുകൊണ്ട് തന്നെയാടാ നിന്റെയൊക്കെ DGP എന്റെ കസ്റ്റഡിയിൽ വന്ന് പെട്ടത്. ഇപ്പോൾ എന്റെ തോക്കിന് മുമ്പിലാണ് രാഘവ വാര്യരുടെ ജീവൻ. ഇയാളെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ എന്നെ തടയരുത്. തടഞ്ഞാൽ... അത്രയും പറഞ്ഞിട്ട് റിവോൾവറിന്റെ ബാരൽ കൊണ്ട് അല്പം വേദനിക്കുന്ന രൂപത്തിൽ വിക്രം സിംഗ് വാര്യരുടെ പുറത്തൊന്ന് കുത്തി. ജയശങ്കർ, എന്നെ രക്ഷിക്കടാ, വെടിവെക്കരുത്. ആയുധങ്ങൾ താഴെ വെച്ച് പിന്നോട്ട് മാറി നിൽക്കുക, വാര്യർ വിളിച്ചു പറഞ്ഞു. മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. വാര്യർ സാർ, ഒരിക്കലും ഏക്കാത്ത ഒരടവായി പോയല്ലോ ഇത്. നിങ്ങൾ കൂടി ഇവിടെ എത്തുന്നതുവരെ കാത്തു നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അല്ലെങ്കിൽ എപ്പോഴേ വിക്രം സിംഗിനെ ഞാൻ പരലോകത്തേക്ക് അയച്ചേനെ. പോലീസിന്റെ ഉന്നതനായിരുന്നു കൊണ്ട് നിങ്ങൾ വിക്രം സിംഗിന് ദാസ്യവേല ചെയ്യുകയാണെന്നറിഞ്ഞ നിമിഷം തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ട് പോയി സാർ, നിങ്ങളുടെ അന്ത്യം. രണ്ടുപേരെയും ഒന്നിച്ച് അങ്ങേ ലോകത്തേക്ക് എത്തിക്കാനാണ് ഇത്രയും നേരം ഞാൻ കാത്തിരുന്നത്. ജയശങ്കർ, നോ! എന്നാൽ അതിലും ഉച്ചത്തിൽ ജയശങ്കറുടെ ശബ്ദമുയർന്നു. ഫയർ! ഒരു നിമിഷം കെട്ടിടത്തിന് ചുറ്റുപാടും നിന്ന് ബുള്ളറ്റുകൾ ചീറിയെത്തി. വിക്രം സിംഗ് പുറത്തേക്ക് കുതിക്കുവാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ആ ആയുധപുരയ്ക്ക് തീപിടിച്ചു കഴിഞ്ഞിരുന്നു. വാര്യരുടെ ഉടമസ്ഥതയിലുള്ള ആ കെട്ടിടത്തെ അഗ്നി ഒരു വലയമായി പൊതിഞ്ഞു. അതിൽ നിന്നും ആ പ്രദേശമാകെ നടുക്കിക്കൊണ്ട് തുടരെ തുടരെ സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നു. കെട്ടിടം ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ പോലെ ചിതറുന്നത് കുറെ അകലെയിരുന്ന് കൗതുകത്തോടെ കാണുകയായിരുന്നു വിനുവും വിദ്യയും. ക്ലീൻ ഹൗസിന് മുന്നിൽ ജീപ്പ് ബ്രേക്കിട്ട് നിന്നു. അതിൽ നിന്നും കമ്മീഷണർ ജയശങ്കർ കുതിച്ചിറങ്ങി. ഇദ്ദേഹം കാർ ഉപേക്ഷിച്ച് വീണ്ടും ജീപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയോ എന്ന് അവിടെയുണ്ടായിരുന്ന പോലീസുകാർ അത്ഭുതത്തോടെ ചിന്തിച്ചു. ജീപ്പിൽ അലറി കുതിച്ച് പോകുന്നത് ജയശങ്കർ സാറിന് ഒരു ത്രില്ലാണല്ലോ. ജീപ്പിൽ നിന്ന് വിദ്യയും വിനുവും ഇറങ്ങി. ജയശങ്കർ അവരുമായി അകത്തേക്ക് നടന്നു. തന്റെ മുറിക്കുള്ളിൽ അസ്വസ്ഥനായി കിടക്കുകയായിരുന്നു CM ദിവാകരൻ. ജയശങ്കർ പറഞ്ഞ പ്രകാരം വാതിൽ അകത്തുനിന്നും അടച്ചിരിക്കുകയാണ്. ആരും ശല്യപ്പെടുത്താതിരിക്കാൻ വാതിലിൽ തുടരെ മുട്ടുകേട്ടു. മിനിസ്റ്റർക്ക് ശല്യം വന്നു. ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ? മറുപടിയില്ല. വീണ്ടും തട്ട്. രോഷത്തോടെയാണ് ചെന്ന് വാതിൽ തുറന്നത്. പക്ഷേ മുന്നിൽ ജയശങ്കറെയും കുട്ടികളെയും കണ്ടപ്പോൾ അമ്പരന്ന് നിന്നുപോയി അദ്ദേഹം. സാർ, ഞാൻ വാക്ക് പാലിച്ചു. ജയശങ്കർ കുട്ടികളെ മുന്നോട്ട് നീക്കി നിർത്തി. മുത്തച്ഛ! കുട്ടികൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കഴിഞ്ഞ് CM തിരക്കി. വിക്രം സിംഗ് രക്ഷപ്പെട്ടു. വാട്ട്? സാർ, പക്ഷേ പരലോകത്തേക്കായിരുന്നു ഇത്തവണത്തെ പോക്ക്. CM ചിരിച്ചു. പക്ഷേ നമ്മുടെ DGPയും കൂടെ ഒപ്പം പോയിട്ടുണ്ട്, ജയശങ്കർ കൂട്ടിച്ചേർത്തു. CM ഞെട്ടി. ഹോം മിനിസ്റ്റർ പോയി കഴിഞ്ഞപ്പോൾ നക്സലുകളെ രക്ഷിച്ചുകൊണ്ടിരുന്ന വാര്യർ സാറും ഒപ്പം പോയെന്നേയുള്ളൂ. നീ കാര്യം വ്യക്തമാക്കടാ, CM ആകാംക്ഷയോടെ പറഞ്ഞു. ഓ പിന്നെ, കൊച്ചുവെളുപ്പാങ്കാലത്ത് വ്യക്തമാക്കൽ. സാറ് ഈ കുഞ്ഞുങ്ങളുമായി കൂടെ കിടന്ന് ഉറങ്ങിയാട്ടെ. ഞാനും ഒന്നുറങ്ങിയിട്ട് രാവിലെ ഇങ്ങ് വരാം. അപ്പോൾ എല്ലാം പറയുകയും ചെയ്യാം. ഗുഡ് നൈറ്റ് സാർ. ജയശങ്കർ അറ്റൻഷനായി. പിന്നെ തിരിഞ്ഞു നടന്നു. CM ആ പോക്ക് നോക്കി നിന്ന് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കള്ള റാസ്കൽ. നോവൽ അവസാനിച്ചു.